ഇവള് ഒരു ദിവസം എന്നെ പ്രപ്പോസ് ചെയ്തു. ഇല്ലേ ചെന്നി ഇങ്ങോട്ട് കറക്കിയതാണ്. കാണാനും കൊള്ളാം, അഖിലെന്നാണ് പേര്. എന്നാ പിന്നൊന്ന് പോയി മുട്ടേക്കാ. ഇവളെ കിട്ടിയ ഫേസ്ബുക്ക് ഒഴിവാക്കി. ഞാൻ ഒഴിവാക്കിട്ടോ ഇനി അടുത്ത ഫേസ്ബുക്ക് എടുത്ത് എനിക്ക് ചാറ്റ് ഉണ്ട്. നമ്മള് ചാറ്റ് ചെയ്ത് ഫേസ്ബുക്ക് കിട്ടിയിട്ടായിരുന്നെങ്കിൽ നീ ചാറ്റ് ആയിരുന്നു. കാണാത്തപ്പോൾ ഒരു മിസ്റ്ററി ഇല്ലെങ്കിൽ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. ഞാൻ സ്കൂളിൽ പോകുന്ന സമയമായിരുന്നു. പിന്നെ സ്കൂളിലോ? ഓ സ്കൂളിൽ പോകുമ്പോഴായിരുന്നു കുട്ടീനെയായിരുന്നു നോക്കിയത്. തഞ്ചാവൂര് പട്ടെന്തിന സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾ കമ്പനിയിൽ ഇവള് എന്നോട് ചോദിച്ചു, എന്നാ നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെ? ഞങ്ങൾ അന്നാണ് ഞങ്ങളെ പ്രണയം തുടങ്ങിയത്. അന്നേരം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പുള്ളിന്റെ സിറ്റുവേഷൻ എന്താന്നോ. നിനക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്രിമിനൽ ആണോ എന്ന് വരെ എന്നോട് ചോദിച്ചു. അവള് ഫോണ് കട്ടാക്കി. ആ കട്ടാക്കലില് കട്ടായി. ഇവളത് കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയത്. എന്നിട്ട് എന്നാ ആദ്യം കണ്ടേ? ഞാൻ പുള്ളിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാൻ കണ്ടിട്ടു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയിട്ടുണ്ട്. ടെൻഷനായിട്ട്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പൂർണ്ണമായിട്ടും സമ്മതിക്കും. വേണ്ടാത്ത വാക്കൊന്നും പറഞ്ഞിട്ട് കുട്ടി അപ്പോഴെങ്കിലും കാണുമ്പോ കുട്ടി അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊക്കെ പോവാന്ന്. ഈ മനുഷ്യ കുട്ടീനെ വഴിതെറ്റിക്കാൻ എന്നിട്ട് ഈ താലിയും കൊണ്ടാണോ പിന്നെ തിരിച്ച് വീട്ടിൽ പോയത്? വീട്ടിൽ പോയില്ല. അവിടെ അപ്പത്തേനും അങ്ങോട്ട് മാറിപ്പോയി. അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ കിട്ടി. അപ്പത്തേനും പ്രശ്നമായിട്ട് ചെറിയച്ഛനൊക്കെ അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്തേ ചോദിച്ചു, ഇപ്പൊ എന്നെ കിട്ടണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു, എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞു. അടി കിട്ടിയോ? കൊല്ലംകാരെന്ന് പറയുമ്പോ കുറച്ച് പേടിയുണ്ട്. കൊല്ലംകാരെന്തിനും മുതിരുന്നവരാണല്ലോ. ആളാണെങ്കിൽ ഇപ്പോഴേ കഥകളൊക്കെ കേൾക്കുന്നത്. സത്യം. ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചില്ല. ചോദിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുമ്പോൾ എനിക്ക് സങ്കടമാവും. ഞാൻ എനിക്ക് ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടും, അപ്പം ഞാൻ കുത്തിയിരുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് ഫീലാവും. അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. പറയണ്ടെന്ന് വെച്ചതാ. നമ്മള് പോസിറ്റീവ് വൈബ്സ് ആണല്ലോ വേണ്ടത്. ഇനി നമുക്ക് പോസിറ്റീവിലേക്ക് പോവാം. അതിന് മുമ്പ് അച്ഛനെ ഒന്ന് വിളിച്ചാൽ. അച്ഛൻ എവിടെയാ? പണിയിലാ? ഇല്ല, പറ്റിയൊന്നല്ല. ഞാൻ ചുമ്മാ ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഇവിടെ ഞാൻ മറ്റേ ഇന്റർവ്യൂവിന്റെ അതിന് വന്നില്ലേ, എറണാകുളത്ത്. അപ്പൊ അച്ഛനെ പറ്റി പറഞ്ഞപ്പോ അവർക്കൊന്ന് വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു, അച്ഛനെ കാണാൻ. അച്ഛന്റെ ഫാനായിട്ടുണ്ട് ഇവിടുത്തെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു പണിയിലായിരിക്കുന്നു. ആണോ? അച്ഛൻ പണിയിലാണ്. പണിയില്ല, ലോഡ് ഇറക്ക. ലോഡർ ആണോ? അതില്ല, ഞാൻ അവർക്ക് കൊടുക്കാം. ഹലോ അച്ഛാ, പണിയിലാണ്, ലോഡ് ഇറക്കാണ്. ആണോ? പണിയിലാണോ? ഞാൻ അച്ഛനെ കുറിച്ച് കേട്ടപ്പം ഒന്ന് കാണാൻ തോന്നി. പിന്നെ ഒന്നും വേണ്ട, സന്തോഷം മോനെ അല്ല, നല്ല നമ്മള് അച്ഛനെ കുറിച്ച് തന്നെ ഇത്രയും നേരം സംസാരിച്ചു. ഞങ്ങൾ ഏകദേശം 1/4 മണിക്കൂർ സംസാരിച്ച അച്ഛനെ കുറിച്ചാ. അച്ഛനെ അച്ഛൻ ഏതായാലും പണിയെടുത്തോ. അച്ഛൻ പണിയെടുത്തോ കേട്ടോ. സന്തോഷായിട്ടിരിക്കും. ശരി. അച്ഛൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അച്ഛന് പെട്ടെന്നാ. അച്ഛൻ എന്നോട് സംസാരിക്കുമ്പോൾ അച്ഛൻ കരഞ്ഞുണ്ട്. അച്ഛന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയലുണ്ട്, അച്ഛൻ എന്തെങ്കിലും ഇപ്പൊ തുടങ്ങിയ ചെറുതായിട്ടൊന്ന് വെള്ളമടിക്കും. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ വെള്ളമടിച്ചു തുടങ്ങിയാലും അവരെന്നോട് പറഞ്ഞതാ, ലാസ്റ്റ് പറഞ്ഞെത്തുന്നത് എന്റെ കാര്യത്തിലായിരിക്കും അച്ഛൻ. നമ്മുടെ കള്ള, നീ ഇനി അവിടെ നിർത്തിക്കേ. നീ ലീവിന് വന്ന അച്ഛനെ പേടിപ്പിച്ച് നാട്ടുകാരെ പേടിപ്പിച്ച് പെങ്കൊച്ചിനെ വളച്ചേ ഓടൊക്കെ വരുന്നു. ചിരിക്കുന്നു. അച്ഛനെ പണ്ട് ഞാൻ എതിർത്ത് പറയേ, അതായത് ചൂടാവുക ഒന്നുമില്ലായിരുന്നു. നമ്മുടെ സാഹചര്യമാണ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും റെസ്പെക്ട് കൊടുക്കുന്ന ആളാ. പറയുന്നതും കേട്ട് ഞാൻ ഇത്രയും നേരം അച്ഛനും നിങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നില്ലേ, നമുക്ക് മനസ്സിലാകും. അതായത് അച്ഛൻ വിചാരിച്ച എന്റെ മകന് മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ട് സഹതാപം വേണ്ട. അത് കേട്ട കുഞ്ഞിന് വേദനിക്കോ, എന്റെ മകന് വേദനിക്കോ എന്നുള്ളതാണ് വന്നത്. ഞാൻ എന്താ കൊള്ളാത്തവനായോ അങ്ങനെ. അത് നമ്മള് മാത്രല്ല, മറ്റുള്ളവർ എൻജോയ് ചെയ്യുമ്പോ കണ്ണേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കണ്ണേട്ടൻ ഫീല് കൂടുതലേ ഉണ്ടാവുള്ളൂ. എന്റെ ക്യാമറ കണ്ണാപ്പി നമ്മള് മറ്റേ അറിയാം റീൽസിലൊക്കെ നമ്മള് റൈഡർ കണ്ണാപ്പി.
എന്നിട്ടേ ഈ ലീവിന് വന്നിട്ട് ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിട്ട് എപ്പോഴാ ഇത് സെറ്റായത്? ഇത് ഫസ്റ്റ് ലീവിന് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ആർമിയിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് ഒഴിവാക്കിയ ടൈമാ. അപ്പൊ ഇത് പറ്റിപ്പോ ലീവില് വന്നപ്പോ നമ്മള് വെറുതെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇപ്പൊ പുറത്ത് പോവാനോ പുറത്ത് പോകണേ തന്നെ എനിക്ക് ആരെങ്കിലും ഒന്ന് വേണം, സഹായം ഇല്ലാണ്ട് കാർ എടുത്ത് വരണം, എന്നെ കയറ്റണം. ഏറ്റവും സപ്പോർട്ടായിട്ട് ഒരാളാണ് എന്റെ അളിയെ. രണ്ടളിയന്മാരുണ്ട്, രണ്ടളിയന്മാര് നല്ല സപ്പോർട്ടാണ്. പക്ഷെ ചെറിയ അളിയെ കട്ട സപ്പോർട്ട്, എന്നെ എവിടെ വേണേലും കൊണ്ടുപോകും. എവിടെ ഈ സ്ഥിതിയിലാണ് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകലും എല്ലാത്തിലും അളിയൻ തന്നെ എടുക്കല്. എന്നെ എവിടെ കറങ്ങാൻ കൊണ്ടുപോകലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോകലും അളിയനായിരുന്നു. അളിയനും എന്റെ ഒരു കുഞ്ഞൂട്ടുണ്ട് ഫാമിലി തന്നെ, പിന്നെ ഒരു അപ്പൂസ്. ഇവര് 3 ആൾക്കാരാണ് എന്റെ മെയിൻ ആൾക്കാര്. എവിടെ പോണേലും ഇവരെ വിളിച്ചാൽ മതി, ഇവരാ മെയിൻ ആൾക്കാർ. അപ്പൊ ഇവരാണ് എന്നെ കൊണ്ടുപോകാറ്. അപ്പോ ഞാൻ നാട്ടിൽ വന്നാല് ഇപ്പൊ വിളിച്ച അളിയൻ കാർ എടുത്ത് വരും, എന്നെ കൊണ്ടുപോകും. എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 2 ചേച്ചിമാരാ എനിക്ക്. അപ്പോ അവർക്ക് 2 പേർക്കും ഇപ്പൊ മക്കളുണ്ട്. അവരെ മാമനാണ് ഞാൻ, ഒരേ ഒരു മാമൻ. അവരും അടിപൊളിയാ. നാട്ടിലത്തെ എന്നെ ഉരുട്ടിക്കൊണ്ട് നടക്കും. ഇന്നലെ എനിക്ക് എന്റെ കാലൊക്കെ പിടിച്ചിട്ട് ഇതാക്കി തരുന്നു. ചെറിയ മക്കളെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വന്നിട്ട് ഞാൻ എന്തോ കാട്ടുന്ന കണ്ടപ്പോ വന്നിട്ട് ഞങ്ങള് ചെയ്യാൻ വെച്ചിട്ട് പണ്ട് അവരെ ഞാൻ ബൈക്കിൽ കൊണ്ടു നടന്നതാ. അവര് എന്നെ അവിടെ ഉള്ളിൽ കൂടി അടിപൊളിയാ. ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനെയാണ് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആർമി ഗേൾന്ന് കണ്ട്. അപ്പോ ഞങ്ങളൊക്കെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു, ഞങ്ങളൊന്നും കണ്ടില്ല. ആർമീനെ മാത്രമേ കണ്ടുള്ളൂ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ആർമി ഗേൾന്ന് കണ്ടപ്പോ ഒന്ന് നോക്കുമല്ലോ. ഫേസ്ബുക്കിലെ പേരായിരുന്നു ആർമി ഗേൾ. എനിക്ക് ആർമീനോട് ഭയങ്കര ഇതായിരുന്നു. അതിനകത്തോട്ട് വരാൻ കാരണം എന്റെ കൂട്ടുകാരിയാ. അവക്കും ഇങ്ങനെ ആർമീന്റെ ഒരു ഇതുണ്ടായപ്പോ എന്റെ കൂട്ടുകാരി അല്ലേ വെച്ചിട്ട് ഞാനും അങ്ങോട്ട് പോയി. പിന്നെ ആർമി വീഡിയോ ഒക്കെ കണ്ടപ്പോ ആർമീനോട് ഭയങ്കര പ്രണയം തോന്നി. ആർമിയിൽ പോവണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ ആർമി ഗേൾന്ന് കണ്ടപ്പോ ഞാൻ തന്നെ റിക്വസ്റ്റ് കൊടുത്ത്. അപ്പൊ ഇത് അക്സെപ്റ്റും ചെയ്ത്. ഒരു ദിവസം ശേഷം അക്സെപ്റ്റ് ആയി. അപ്പൊ ഞാൻ ഒരു ഹായ് അയച്ചു. ആർമി ഗേൾന്ന് കണ്ടോണ്ട് മാത്രം. അപ്പൊ ഹായ് അയച്ചപ്പോ എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, റിക്വസ്റ്റ് അയച്ചാൽ അക്സെപ്റ്റ്. എന്നാ അന്ന് തന്നെയാണോ അയച്ചു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആദ്യമൊക്കെ നല്ലപോലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിരുന്നു, പിന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യാദൃശികമായിട്ടാണ് മറ്റേ നമ്മുടെ എന്തുകൊണ്ടാ കണ്ടെന്നും കൂടെ പറഞ്ഞോടെ, എന്നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം. ഞാൻ ചെയ്യണോന്ന് വിചാരിച്ചല്ല, ഞാൻ കണ്ടിണ്ടായിരുന്നു എനിക്ക് റിക്വസ്റ്റ് വന്നു. പക്ഷെ അത് കാണാണ്ട് പോയതാ മാറട്ടെ വെച്ചിട്ട് പോയതാ. പിന്നെ ഞാൻ നോക്കിയപ്പോ അഖിൽ എന്നൊക്കെ പേരുണ്ട്, അപ്പൊ ഇന്ത്യ പോലത്തെ പേര്. അപ്പൊ ഞാൻ വെച്ച് ഒന്ന് പോയിട്ട് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ വെച്ച്. അപ്പൊ ചെന്നപ്പോ ആർമി എന്ന് പറഞ്ഞ് കിടക്കുന്നു. അപ്പൊ എനിക്ക് ലൈക്കായിട്ട് എന്നാ പിന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തേക്കാ പറഞ്ഞിട്ട് ചെയ്ത. ചോദിക്കുകയും ചെയ്യാലോ വിവരങ്ങളൊക്കെ, ആർമിനെ പറ്റിട്ട് എങ്ങനെയാണ് ആർമി പോവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടായിരുന്നു. മീശ ഹൈലൈറ്റ് ആയിരുന്നു. മീശ കണ്ടിട്ടാണ് ഞാൻ പോയത്. ഫോട്ടോ എടുപ്പിക്ക് ലൈക്ക് ആയിട്ട് കാണാനും കൊള്ളാം അഖിലെന്നാണ് പേര്. എന്നാ പിന്നൊന്ന് പോയി സ്ക്രോൾ ചെയ്ത് പോയെന്ന് പിന്നെ വന്ന് നോക്കിയാണ് നിങ്ങളെ മീശ പിരിച്ചു. ഞാൻ പക്ഷെ അതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വീൽ ചെയറിന് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോന്റെ ഞാൻ വീൽ ചെയർ മൊത്തമായിട്ട് അന്ന് ഞാൻ അങ്ങനെ ഇടാറില്ല, വീൽ ചെയറിലാന്നുള്ള. അപ്പൊ ഇത്രയും ഇട്ടുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടതാ. എന്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, നോർമല്. അപ്പൊ ആർമിയാന്ന് പറഞ്ഞ ഇവൾക്കും ഞാൻ ആർമി ആണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവൾ എന്നോട് പറയുന്നത് ഓടാൻ പോകാറുണ്ട്, എനിക്ക് ആർമിയിൽ കയറാനാണ് താല്പര്യം. അപ്പൊ എനിക്കിങ്ങനെ പറ്റിയെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ആർമിയാന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സംഭവം ഇല്ലേ ഇങ്ങനെയാണ്, അത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞ ആർമിയിലേക്ക് കയറുമ്പോൾ ഇവിടുന്ന് കാണുന്ന ആവേശമേ ഉള്ളൂ. നമുക്ക് ടി വിയിലൊക്കെ കാണുന്ന ആർമി വെടിവെക്കുന്ന മറ്റാണ്. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെടും, ത്യാഗം ത്യജിക്കണം ഒക്കെ ഉണ്ട്. ഞാൻ പണ്ട് വീട്ടിൽ നിന്നൊക്കെ ഉള്ള ആ ഫുഡ് രീതിയേ അല്ല അവിടെ. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഒരു മോട്ടിവേഷൻ പോലെ. ഞാൻ പിന്തിരിപ്പിക്കല്ല, നിനക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഞാൻ പറയും കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊക്കോ. പക്ഷെ എല്ലാം ചിന്തിച്ചിട്ട് പിന്നെ കുറച്ച് ബാഡായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഒരാളെ പിന്തിരിപ്പിക്കുകയതല്ല, പക്ഷെ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ. ഒരിക്കലും അതിന് പോവേത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നിജസ്ഥിതി, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. പക്ഷെ നിനക്ക് ഇതും കേട്ടിട്ടും താല്പര്യമുണ്ട്, പൊയ്ക്കോ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനും പോയത്. എന്തുകൊണ്ടാണ് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അവൾക്കും ഇതൊക്കെ കേട്ടിട്ടും പോകാൻ താല്പര്യമുണ്ട്, പോകണം, തീർച്ചയായിട്ടും പോകണം. അങ്ങനെ ഞാൻ സപ്പോർട്ടേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചെടുത്തുനിന്ന് പിന്നെ ഞങ്ങള് സംസാരിച്ച്
ഇവള് ഒരു ദിവസം എന്നെ പ്രപ്പോസ് ചെയ്തു. ഇല്ല, പ്രപ്പോസ് ചെയ്യാനൊക്കെ കാര്യണ്ട്. വെറുതെ ഇന്ന് ദൈവം കല്യാണം കണ്ടു ആ മാസം കണ്ടായവരുള്ളൂ തല്ലി ഞാനല്ല എന്റെ തലയിൽ കൊണ്ടുവയ്ക്കാന്. ഇല്ല ചെന്നി ഇങ്ങോട്ട് കറക്കിയതാണ്, പക്ഷെ പറയാണ്ട് കറക്കിയതാണ്. സത്യാവസ്ഥ അവളെന്ന് പറയട്ടെ. ആ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എന്നെ കറക്കിയത്. ആദ്യമാണെങ്കിൽ ഇങ്ങനെ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ വലിയ എഡിറ്റർ ആയിരുന്നു അന്ന്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഫോൺ യൂസ് ചെയ്യാനും അറിയില്ല. എനിക്കറിയില്ല എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് ഇവൻ അഖിൽ അല്ല ഞങ്ങള് നല്ല കമ്പനി ആയിണ്ടായിരുന്നു. പക്ഷെ വാട്സാപ്പിൽ അങ്ങനെ ഇല്ല, മെസ്സഞ്ചറിൽ തന്നെ ചാറ്റ് നമ്പർ കൊടുത്തിട്ടേ ആദ്യം നമ്പർ നല്ല ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആയതിനു ശേഷമാണ്. അതെന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്പർ തന്നേന്റെ ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പായി. നല്ല അവൾക്ക് ഞങ്ങള് ഇവളെ തന്നെ ഇവളെ എന്നെയും വെയിറ്റ് ചെയ്യായിരുന്നു, ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ അവിടെ ബിസി ആവുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ 12 മണി 1 മണി വരെ ഒക്കെ ചാറ്റ് ചെയ്യും. എന്തോ ഒരു കാണാത്തപ്പോൾ ഒരു മിസ്റ്ററി ഇല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. ഞാൻ സ്കൂളിൽ പോകുന്ന സമയമായിരുന്നു. പിന്നെ ഇങ്ങനെല്ലോ സ്കൂളിൽ പോകുമ്പോഴായിരുന്നു കുട്ടീനെയായിരുന്നു നോക്കിയത്. എത്രയുണ്ടായിരുന്നു വയസ്സ്? 18 ആവാനായില്ലേ? 18 ആവാനായില്ലേ ഉണ്ടായിരുന്നു. പ്ലസ് 2 അപ്പൊ അപ്പൊ അങ്ങനെ ഞാനതിന് നോക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഇതാക്കിയത്. ഞാൻ നോക്കണം എന്ന് വെച്ചിട്ടാണോ ഇവളോട് പരിചയപ്പെട്ടത്. ആർമി ഗേൾന്ന് കണ്ടപ്പോ ജസ്റ്റ് കമ്പനിയായി പരിചയപ്പെട്ട്. ആരെങ്കിലും ഈ ദുരുദ്ദേശത്തോടെ ഇവളെ നോക്കിയാലോ വളച്ചാലോ അങ്ങനെയാണോ പരിചയപ്പെടുന്നത്? അങ്ങനെ എനിക്ക് ഇല്ലായിരുന്നു. ഇവളോട് ഞാൻ എന്തെങ്കിലും മോശപ്പെട്ടോ ഒന്നും സംസാരിച്ചില്ലല്ലോ. ഞങ്ങൾ അത് അവള് എന്നോടും പറഞ്ഞു. ചെക്കന്മാർ ആദ്യം മെസ്സേജ് അയച്ചാല് നല്ല രീതിയിൽ സംസാരിക്കല്ല, അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചതെന്നും പറഞ്ഞു എന്നോട് മെസ്സേജ് അയച്ചത്. അപ്പൊ ഞങ്ങള് കമ്പനി ആയത്, നിങ്ങളോട് കമ്പനി ആയതിന്റെ കാരണം അതന്നെയാന്ന് പറഞ്ഞു. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവള് ഫോട്ടോ വന്നപ്പോ എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ വീഡിയോ എഡിറ്റ് എനിക്ക് അങ്ങനെ അറിയില്ല. അന്നേരം ഫോൺ കിട്ടിയിട്ടുള്ള ഇതായോണ്ട് എഡിറ്റിങ് എന്താണെന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന പൊട്ടക്കണത്തിലെ തവളയില്ലേ അതിന്റെ മതിയായിരുന്നു ഞാൻ. അപ്പൊ ഇങ്ങനെ ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് എവിടുന്ന ഫോട്ടോ യൂട്യൂബ് എന്തായിരുന്നു ഫേസ്ബുക്കോ അതിന്നാണോ അല്ല ഞാൻ ഗാലറിയിൽ കൊടുത്താണോന്ന് അറിയില്ല. എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റില്ല എന്നെ എന്തോ കളിയാക്കിയിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ പിണങ്ങിയോ കേന്തിയാവി എന്തോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്തി പാർക്കറിയാത്ത ഇവർക്ക് മാത്രമേ ഞങ്ങൾക്ക് അറിയില്ല. കൊല്ലം കോഴിക്കോട് കെട്ടിയാലുള്ള പ്രശ്നം വന്നത്. ഇവരെ അവിടെ വന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോ കേന്തി അങ്ങനത്തെ വാക്കുകൾ പറയും. ഞാൻ നോക്കൂ മേലോട്ട് നോക്കിയേക്കല്ല, കേന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ഇവരുടെ പ്രണയത്തില് കോഴിക്കോടുന്ന് കൊല്ലംകാരിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയതാ. അതാണ് കടത്തിക്കോട് പോയതാണ്. ഒരുപാട് വാക്കുകളും പഠിച്ചു. കേന്തി എന്ന് പറഞ്ഞപ്പോ ഈ ചടപ്പിക്കുക അങ്ങനത്തെ ഇതില്ലേ അതിന് പറഞ്ഞതാ. എന്നിട്ട് അങ്ങനെ പിന്നെ അപ്പൊ പിണങ്ങിയപ്പോ പുള്ളിക്കാരൻ വേറൊരു ചെയ്തായിരുന്ന പാട്ട് മറ്റേ ചന്ദനക്കുറി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ഒരു ജയറാമിന്റെ സിനിമ. എന്നെ നാട്ടിക്കാൻ നിക്കല്ലേ. ചന്ദനക്കുറി നീ അണിഞ്ഞതിലെന്റെ പേര് എന്റെ ക്യാമറമാൻ ഹെഡ്സെറ്റ് മാറ്റി വെച്ച് നീ ചേച്ചി ഇതൊക്കെ ചോദിക്കാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് അത് ചന്ദനക്കുറി ആ പാട്ടൊക്കെ കേൾക്കണം. അപ്പൊ തന്നെ എനിക്ക് കുറച്ച് ക്രഷ് ആയിണ്ടായിരുന്നു. അപ്പൊ ക്രഷ് ആയിണ്ടായിരുന്നു. പിന്നെ പുള്ളിന്റെ ക്യാരക്ടർ, അതായത് ഒരു പെണ്ണിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടീന്നോ പോടീന്നോ അങ്ങനെ ഒന്നും വിളിക്കൊന്നുമില്ല, മാന്യമായിട്ടുള്ള സംസാരം. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട. കാരണം നമുക്കറിയാം ഫേസ്ബുക്കിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പരിചയപ്പെട്ടതിൻ്റെ അടുത്ത് എനിക്ക് അത്ര ആരടുത്തും നല്ല ഇതായിട്ട് തോന്നിയില്ല. ഒരാണെന്നുള്ളൊരു നിലയിൽ നല്ലൊരു രീതിയിൽ സംസാരം വന്നത് പുള്ളിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അതാണ് എനിക്ക് കൂടുതൽ ഇതായത്. 1 മാസത്തോളോ 2 മാസത്തോളം ഒക്കെ സംസാരിച്ചിട്ടും മോശമായിട്ട് ഒരു വേർഡും വന്നിട്ടില്ലായിരുന്നു. പിന്നെയാണ് എന്തോ സംസാരിച്ച് വന്നപ്പോ ഞങ്ങൾ കമ്പനിയിൽ ഇവള് എന്നോട് ചോദിച്ചു, എന്നാ നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെ? എന്താന്ന് ഓർമ്മയില്ല, പക്ഷെ ഇവള് ഈ ചോദ്യം എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്നെ കെട്ടിക്കൂടെ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പുള്ളിന്റെ സിറ്റുവേഷൻ എന്താന്നോ പുള്ളി എങ്ങനെയാണെന്നോ. എനിക്ക് ഇതിങ്ങനെ പറ്റിയെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. കാരണം പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ഫ്രണ്ടിനോട് എന്തിനാ ഇങ്ങനെ ഇപ്പൊ പറയുന്നേന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു പുള്ളിക്കാരൻ. സത്യം പറഞ്ഞ അവളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സംസാരിക്കാൻ എനിക്ക് പറ്റിയൊരു എന്റെ അതേ വൈബ്, എനിക്ക് പറ്റിയ എന്റെ അതേ വർത്തമാനം, അതായത് തിരിച്ചു അങ്ങനെ തന്നെ ദേഷ്യമാണെങ്കിലും കച്ചറക്കിയോ ഒക്കത്തിനും അതേ ഇത്. അതുകൊണ്ട് തന്നെ അല്ലാണ്ട് നോക്കണം എന്ന് ഒരിക്കലും ഉദ്ദേശമില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരാളാ. അപ്പൊ എനിക്ക് ഒരു പെണ്ണിനെ നോക്കിയിട്ട് അങ്ങനെ നോക്കണ്ട. അപ്പൊ നല്ലൊരു സൗഹൃദം, കാരണം എനിക്ക് വേണ്ടത് ഒരു സൗഹൃദമായിരുന്നു. കാരണം എനിക്ക് അതായത് വീട്ടിൽ പുറത്ത് പോകാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 1 മണി വരെ ഇവള് വരുന്നവരെയും വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടത് എന്താ സംസാരിക്കണമായിരുന്നു. റൂമിന്റെ ഉള്ളിൽ തന്നെയാ. അവിടെ ഇപ്പൊ അച്ഛനോടായാലും അമ്മേനോടായാലും ഞങ്ങൾ അങ്ങനെ
ഇതായിട്ട് സൗഹൃദമായിട്ട് ഞാൻ സംസാരിക്കില്ല. അച്ഛനോടോ അമ്മേനോടോ ചേച്ചിമാരോടോ ആരായിട്ട് ഞങ്ങൾ സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അപ്പൊ ഇവളെ കിട്ടിയപ്പോ എനിക്ക് നല്ല ഒരു ഇത് തോന്നി. അപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ട് എന്തിനാ അറിയേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എന്റെ കാര്യം പറഞ്ഞാൽ ഈ സൗഹൃദം പോവോ, അവള് ചിലപ്പോ ഒഴിവാക്കിയാൽ ഇങ്ങനത്തെ അവരോട് സംസാരിക്കാനുള്ളൊക്കെ ഒരു ഫീൽ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറയണ്ടായിരുന്നു. ഇവളെ എന്നെ പ്രപ്പോസ് ചെയ്ത്, അതായത് ഇന്ന് നിങ്ങൾക്ക് തമാശക്ക് എന്തോ ചോദിച്ചായിരിക്കും. ഞാൻ അപ്പൊ അവളോട് പറഞ്ഞ് തമാശ പറയാം, ഞാൻ തമാശക്കാണ് ചോദിച്ചത്, എന്നാ നിങ്ങൾക്ക് അങ്ങ് കെട്ടിക്കൂടെ ഞാൻ തമാശ ചോദിച്ചത്. പക്ഷെ അപ്പൊ ഒന്നും പ്രപ്പോസ് ചെയ്യണം എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം കുറച്ച് നാളായിട്ടുള്ള പരിചയപ്പെട്ടിട്ട് 2 മാസം. അതുകൊണ്ട് എന്തിനാ ഇപ്പൊ പ്രപ്പോസ് അങ്ങനെ ഒരു ചിന്തയില്ല. ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യവാ. പക്ഷെ ഇനി ഞാൻ പോവോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പോവോ എന്നുള്ള ഒരു ഗ്ലാമറുള്ള ചെക്കനല്ലേ, ആരായാലും കൊത്തിക്കൊണ്ട് പോവല്ലേ. അവൾ എന്നോട് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചത് ഇവള് പറഞ്ഞില്ല വേറെ ആർക്കെങ്കിലും പോവോ അങ്ങനെയുള്ള ഒരു ഇത് അവൾ എന്നോട് പറഞ്ഞു. ഇപ്പൊ എന്നെ കണ്ടത് തന്നെ എങ്ങനെയാ പരിചയപ്പെട്ടെ, ഫേസ്ബുക്ക് വഴി. അപ്പൊ ഇതേപോലെ വേറൊരു ഇത് വന്നാ പോയി സമാന്തരമായിട്ട് അപ്പുറം ഒരെണ്ണം നടക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് കൊത്തി നോക്കിയതാ. അപ്പൊ അവള് ചോദിച്ചപ്പോ ഞാൻ അത് തള്ളിക്കളഞ്ഞു, തമാശ പറയില്ല പറഞ്ഞു. അപ്പൊ ഇവള് പിന്നെ എന്നോട് പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങളെ ഇത് ക്യാരക്ടർ അതായത് സംസാരവും എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞാൽ നിനക്ക് തോന്നേയിരിക്കും, അങ്ങനെ നന്നായി ചിന്തിച്ചിട്ട് വേണം. അപ്പൊ അവൾക്ക് തോന്നുകയാണ്. അപ്പൊ ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, അതറിഞ്ഞാ നീ നോക്കൂല, ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞില്ല. അപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു ആ കാര്യം എന്താന്ന്. നാളെ പറയണ്ടെന്ന് പറഞ്ഞു, എന്താ കാര്യം. അപ്പൊ ഇവൾക്ക് ടെൻഷനായി. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കേട്ടാ എന്താ ഒരു കാര്യം ഉണ്ട് നാളെ പറയാം, അല്ലെ എന്തെങ്കിലും സർപ്രൈസ് എനിക്ക് ടെൻഷൻ. എനിക്ക് എന്താന്ന് അപ്പൊ അറിയണം. ആർമിക്കാരൻ ഇങ്ങനെ പറ്റും, ഒരിക്കലും ആർമിയിലുള്ള ഒരാൾ ഇങ്ങനത്തെ ഉള്ള ഒരാൾ ആർമിയിൽ എന്തായാലും ഉണ്ടാവില്ല എന്ന് എന്റെ ഒരു മൈൻഡിലുണ്ട്. കാരണം ഞാൻ ആർമി ഇതിൽ നടക്കല്ലേ, ആരോഗ്യമുള്ളവരാണ് ഒരിക്കലും ഇത് ചിന്തിക്കില്ല, എനിക്കും അറിയാം. പക്ഷെ അവള് ചിന്തിച്ചെന്താ, നീ ക്രിമിനൽ ആണോ, എന്റെ മൈൻഡിൽ ഇതിൽ കൊലപാതകം നടത്തിയോ ദൈവം, ഇനി വേറെ എന്തെങ്കിലും കേസിലുള്ള ആളാണോ എന്നൊക്കെ ഉള്ളൊരു പേടി പെടുവോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നുമല്ല കാര്യം, പക്ഷെ നിനക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യം, നീ ഒരിക്കലും അത് ചിന്തിക്കൂല. മനസ്സിലായി നൈറ്റിലാട്ടോ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നേ. അങ്ങനെയുള്ള കാര്യമാന്ന് പറഞ്ഞു. അപ്പൊ നൈറ്റ് ഇപ്പൊ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവള് പറയാന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയില്ല, എനിക്ക് സംസാരിച്ചിട്ട് പറയണം, ഇങ്ങനെ മെസ്സേജിലൂടെ പറയാൻ പറ്റൂല, എനിക്ക് വിശദീകരിച്ച് സംസാരിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ നാളെ പറ്റുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ നമ്പർ കൊടുത്തില്ലായിരുന്നു. അങ്ങനെയാണ് നമ്പറിലേക്ക് എത്തുന്നത്, നമ്പർ ഷെയർ ചെയ്യാല്ല. അതുവരെ ഞാനും നമ്പർ വെച്ചില്ല, നമ്പറിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ചാറ്റാൻ സൗഹൃദം അങ്ങനെ, അതിന് നമ്പറിന്റെ ആവശ്യമില്ല. എപ്പോഴും വിളിച്ചിരിക്കണം എന്നില്ലല്ലോ. ഞങ്ങൾ ചാറ്റുന്നുണ്ട്, 1 മണി വരെയൊക്കെ ചാറ്റുന്നുണ്ട്. നീ ഇതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഒരു പെണ്ണിനോട് നിന്റെ നമ്പർ തരുമോ, അത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ സൗഹൃദത്തിന്. അപ്പൊ ഞങ്ങളെ സൗഹൃദം, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നുണ്ട്. അപ്പൊ പ്രപ്പോസ് ചെയ്തപ്പോഴാണ് റൂട്ട് മാറിയത്, സൗഹൃദം ലവിലേക്ക് വന്ന്. അപ്പോഴാണ് ഞാൻ ഇവളോട് പറഞ്ഞ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എന്റെ ഈ കാര്യം പറയാന്ന് കരുതി. അതുവരെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇവൾ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ എന്താ, ഞാൻ ഒരിക്കലും നോക്കണം എന്നുള്ള ഇതേയില്ലേ. ഇവൾക്ക് അങ്ങനെ തോന്നിയപ്പോ എനിക്ക് ഇത് ഇവളെ അറിയിക്കണം, ഇത് അറിഞ്ഞിട്ട് ഇവൾക്ക് പിന്നെയും തോന്നുന്നു നോക്കാലോ. അറിഞ്ഞാൽ ഇവള് പോകും തന്നെ ഞാൻ വെച്ചത്. നാളെ ഇവളോട് പറയാം ഇവളെ സൗഹൃദം അവിടെ കഴിഞ്ഞു. അങ്ങനെ കരുതിയോണ്ടല്ല, ഇതൊക്കെ അറിഞ്ഞാല് എന്തായാലും ഇങ്ങനെ ഒരിക്കലും ചിന്തിച്ചുണ്ടാവില്ല എന്നുള്ള ചിന്തയിൽ തന്നെ വിളിച്ചു കേട്ടപ്പോ എന്ത്. ഞാൻ അന്ന് സ്കൂളിൽ പൊക്കോണ്ടിരിക്കുന്ന സമയമില്ലായിരുന്നോ, അപ്പോൾ അന്ന് രാത്രിയിലായിരുന്നു പറഞ്ഞത് ഞാൻ ഇങ്ങനെ പുള്ളിനോട്. അപ്പോൾ പുള്ളി നാളെ പറയാൻ എനിക്ക് സമാധാനം ഇല്ലാണ്ട് കിടന്നുറങ്ങിയ. എനിക്ക് അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ വിളിച്ചത്. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ കാര്യം ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോഴും പറഞ്ഞില്ല. പിന്നെ പയ്യെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്നോ, ഞാൻ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിലായി പോയി. കാരണം എന്താ എനിക്ക് പറയണ്ടേന്നൊന്നും എനിക്കറിയാമേ. അപ്പൊ ഞാൻ പെട്ടെന്ന് സങ്കടം ഞാൻ കരഞ്ഞപ്പോ ആദ്യം കട്ടാക്കി, ഞാൻ അമ്മൂമ്മേന്റെ അടയാ പറഞ്ഞിട്ട് കട്ടാക്കി. അപ്പൊ പുള്ളി അയച്ച ഞാൻ ഒഴിവാക്കി നൈസായിട്ട്. വീൽ ചെയറിലാണ് എനിക്ക് ഇങ്ങനെ പറ്റിയുണ്ട് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ എന്നെ പറ്റി എങ്ങനെ പറ്റി എന്ത് പറ്റി ഒന്നും ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ അമ്മമ്മേന്റെ അടയാ പോവാണ്, കട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ കരഞ്ഞോണ്ട് പോയി. തന്നെ അവള് കരഞ്ഞ്, ഞാൻ പ്രതീക്ഷയില്ല കരഞ്ഞതാണ്. അവള് ഫോണ് കട്ടാക്കി. ഞാൻ കരുതിയ ആ കട്ടാക്കലില് കട്ടായി, ഇവളത് കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയത്. പിന്നെ എന്നെ വിളിച്ചു ഇങ്ങോട്ട്. അപ്പോഴാണ് അവള് പറയുന്നത് എനിക്ക് സങ്കടം സഹിക്കാൻ വന്നില്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ചേ ഇല്ല ഇങ്ങനെ വീൽ ചെയറിലായിരിക്കും എന്ന്, ഞാൻ വേറെ എന്ത് വിചാരിച്ചാലും ഇത് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അവൾക്ക് സങ്കടം വന്ന്. അവൾക്ക് പിന്നെ എന്നോടുള്ളത് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ.
അതുവരെ അല്ലാണ്ട് സഹാനുഭൂതി ഒന്നുമല്ല. സഹാനുഭൂതിയൊന്നുമല്ല. ഉമ്മടെ നാടിന് വേണ്ടിയിട്ടുള്ള ഒരാളല്ലേ. ഞാൻ ഒരു ആർമിയിൽ പോകണം എന്ന് കരുതിയ ഒരാളാണ്. അപ്പൊ ഉമ്മടെ നാടിന് വേണ്ടിയിട്ട് വെച്ച ഒരാള്. അപ്പൊ എനിക്ക് അതിനകത്ത് സഹാനുഭൂതിയോ സഹോദരൻ, എനിക്ക് സ്നേഹമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ചതിക്കൂന്നുള്ള ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ സംഭവമൊക്കെ അതല്ലേ നടക്കല്. കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാർ വേറെ ഒന്നല്ലെങ്കിൽ 2 3 വേറെ കാണും. ആയിട്ടൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വലുതായിട്ട് ഇതില്ലെങ്കിൽ, പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വിട്ടിട്ട് എവിടെയും പോവല്ലേ. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണ് വേണ്ടുന്നത്, എന്നെ വിട്ടിട്ട് പോകത്തില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ വേണ്ടത്. എനിക്കിത് കേട്ടപ്പോൾ മനസ്സിലായി എന്തായാലും എന്നെ വിട്ടിട്ട് എവിടെയും പോവല്ലാന്ന്. അതുകൊണ്ട് ഇത് മതിയെന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചപ്പോൾ തന്നെ. പിന്നെ എനിക്കൊന്നും നോക്കാനില്ല, ഇനി എന്ത് വന്നാലും നോക്കാനില്ല, ഇത് മതിയെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച്. പക്ഷെ ആദ്യം ഞാനും കരുതുന്നത്, ചേച്ചി ഇപ്പൊ ചോദിച്ചില്ല എന്നോട് സഹതാപം. നമ്മള് ഈ കഥ കേൾക്കുമ്പോ ആർക്കായാലും എന്നോട് ഒരു സഹതാപം തോന്നും. ഇതിപ്പോ ആരോടായാലും, ഇവളെന്നല്ല ആരോട് ഇപ്പൊ പറയണ എന്നോട് ആദ്യം തന്നെ ഒരു സഹതാപം തോന്നും. ഒന്ന് നിർത്തിക്കാൻ, ഞാൻ സഹാനുഭൂതി കൊണ്ടോ സഹായം കൊണ്ടോ അല്ല നിങ്ങളുടെ പ്രണയം കേൾക്കാൻ വേണ്ടി വിളിച്ചത്. ഓക്കെ, പ്രണയം കേൾക്കാൻ കുൽസിതം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ വീഡിയോ കാണല്ലേ, ഞങ്ങള് ചേച്ചി ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഉള്ള വീഡിയോ ഒക്കെ എടുത്തു ലവ് എല്ലാം ഉണ്ടായിരുന്നു വീഡിയോ ഇന്റർവ്യൂ ചെയ്തത്. എന്റെ വീഡിയോ കണ്ട് പഠിച്ചിട്ടാണല്ലേ പഠിക്കാനുണ്ടായിരുന്നു. PSC എക്സാമിന് പോലും പഠിച്ചിട്ടുണ്ടാവില്ല, ടെസ്റ്റിന് പോലും പഠിച്ചിട്ടില്ല. വീഡിയോ നോക്കി ചേച്ചി ആരൊക്കെ എത്ര വീഡിയോ എടുത്ത്. പക്ഷെ എനിക്ക് ആയിട്ടില്ലായിരുന്നു, ഞാൻ കൂൾ മൈൻഡിലായിരുന്നു. എന്ത് ഞാൻ പറഞ്ഞു, ഓ നീ പോയി കൊറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലേ, കൂളായിട്ട് ഇരിക്കുന്ന ഡയലോഗ് കേട്ടല്ലേ. അങ്ങനെ അവള് കരഞ്ഞ. അപ്പൊ ഞാൻ കരുതിയത് സഹതാപം. അപ്പൊ അത് അവളോട് ഞാൻ തീർത്തും പറയും, നിനക്കിപ്പോ എന്നോട് തോന്നിയത്, ഇപ്പൊ എന്നോട് സ്നേഹം ഇരട്ടെ, നിങ്ങളോട് സ്നേഹം കൂടിയതെന്ന് പറഞ്ഞാൽ ഇത് സ്നേഹമല്ല, നിനക്ക് എന്നോട് സഹതാപമാണ്. എന്റെ കാര്യം കേട്ടപ്പോ നിനക്ക് എന്നെ എങ്ങനെ ഒഴിവാക്കും, ഇത്ര എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു, ഇനി ഇത് കേട്ടിട്ട് ഒഴിവാക്കിയാൽ എന്താ വിചാരിക്കാന്നല്ലേ വരിക, ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒഴിവാക്കി പോയാലേ. അപ്പൊ ഇതാണ് നിനക്ക് തോന്നുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ സ്നേഹിക്കരുത് എന്നെ, സ്നേഹം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇപ്പൊ എങ്ങനെയാണോ ആ സൗഹൃദത്തിൽ തന്നെ പോവാന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വേണ്ട, എന്റെ കാര്യങ്ങൾ നിനക്ക് നന്നായിട്ട് അറിയാഞ്ഞിട്ട് എന്നെ കാണാത്തോണ്ടാണ്, ഞങ്ങൾ കണ്ടില്ലല്ലോ, ഫോണിൽ കൂടെ ഇല്ലേ സംസാരിച്ച്. ഫോണിൽ കൂടെ എത്രത്തോളം മനസ്സിലാവും നമ്മൾ പറഞ്ഞു കൊടുത്താലും. നേരിട്ട് കണ്ടില്ല, നേരിട്ട് കാണുമ്പോൾ ചേച്ചിക്ക് ഇപ്പൊ എന്നെ വീഡിയോയിലും ഒക്കെ അല്ലേ കാണുള്ളൂ, നേരിട്ട് ഇപ്പോഴല്ലേ കാണുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവണേ നേരിട്ട് കാണണം. അപ്പൊ ഞാൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, അങ്ങനെ വേണ്ട, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെ മതി. പിന്നെ അങ്ങനെ സംസാരിച്ച് പിന്നെ ഇവളെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയാണ് ഇവളെ ശരിക്കും മനസ്സിലാവുന്നത്. അതുവരെ മനസ്സിലാക്കിയില്ലായിരുന്നു, കാരണം എന്റെ രീതി അറിഞ്ഞിട്ടല്ല എന്നോട് മനസ്സിലാക്കി. പിന്നെയാണ് ഞാൻ ഇവളെ അറിയാൻ തുടങ്ങിയത്. ഇവൾക്ക് അത്രയും സ്നേഹമായിരുന്നു, എന്റെ കാര്യം അറിഞ്ഞോട്, സഹതാപല്ല. അത് ഞാൻ പിന്നെ മനസ്സിലാക്കി, ഇവൾക്ക് സഹതാപല്ല എന്നോട് തോന്നുന്നത്, ശരിക്കൊരു എന്താ പറയാ സ്നേഹമാണ്. പ്രണയം നോർമൽ പ്രണയമല്ല. നോർമൽ പ്രണയം എങ്ങനെയാ, സാധാ നോർമൽ ആളെ നോക്കിയിട്ട് എന്റെ ഇത്രയും കുറവുകൾ കണ്ടിട്ടാണ് ഇവള് പിന്നെ എന്നെ സ്നേഹിച്ചത്, കാര്യം അറിഞ്ഞിട്ടും. ആ സ്നേഹം അവളെ പോയില്ല, കൂടിയത്തേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഇവളോട് ലൈക്ക് തോന്നി. ഇവളോട് ലൈക്ക് തോന്നി? നീ ഫേസ്ബുക്കിലല്ലേ ഇറങ്ങി ലൈക്ക് മീൻസ് ചേച്ചി മനസ്സിലാക്കണം. അതായത് ഇവളെ ഈ ക്യാരക്ടർ എന്താ, ഇങ്ങനെ ആയിട്ടും ഞാൻ ഇത്ര കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോലും അവൾക്ക് എന്നെ സ്നേഹിക്കണം, കെട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് പ്രായം എന്താ, അപ്പൊ ഇവൾ ആ രീതിയിൽ ചിന്തിക്കുകയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. ഇവളെങ്ങനെയായാലും പിടിച്ച പിടിയാല് വിട്ടിട്ട് പോവില്ല എന്നുള്ള ഒരു കാര്യം തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാനും ഇവളോട് എന്റെ ഇഷ്ടം പറഞ്ഞു. ഞാൻ അവളോട് ആവുന്നതും ചോദിച്ചു. ഇപ്പൊ സ്നേഹിച്ചിട്ട് പിന്നെ എന്നെ വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോയതെന്ന്, ഇട്ടിട്ട് പോയെന്ന്. അപ്പൊ അവള് പറഞ്ഞ് കൂടെ തന്നെ ഉണ്ടാവും, കെട്ടാണ് നിങ്ങളെ കെട്ടുള്ളൂ, അങ്ങനെ വാക്ക് എനിക്ക് തന്നു. അപ്പൊ ഞാനും സ്നേഹിക്കാൻ തുടങ്ങി. ഞങ്ങൾ അന്നാണ് ഞങ്ങളെ പ്രണയം തുടങ്ങിയത്. ആദ്യം കണ്ടത് കൊറേ മാസം കഴിഞ്ഞിട്ടാണ്. ഞങ്ങള് പ്രപ്പോസ് ചെയ്തിട്ട് എത്രയോ ആർമിയിലായിരുന്നു, ലീവ് തീരാനായപ്പോഴാണ് നമ്മള് പരിചയപ്പെട്ട ഇഷ്ടാ പറഞ്ഞത്. തിരിച്ചു പോയി. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടോ മറ്റുള്ളായിരുന്നു ലീവ്. അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് പിന്നെ പുള്ളിക്കാരന് പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോരണം, ഇന്നെ കാണണം എന്നുള്ള ഒരു ആവേശത്തില് എങ്ങനെ ലീവ് കിട്ടും. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് ഇവളെ വിശ്വാസമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞു, ഇനി എന്നെ നീ നേരിട്ട് കാണണം, നിനക്ക് ഫോണിൽ കൂടെ നമ്മൾ വിളിച്ചിട്ട് പിന്നെ വിളിയൊക്കെ ഡെയിലി വിളിയും കാര്യങ്ങളും. എനിക്ക് ഈ കണ്ടീഷൻ എന്താ അറിയില്ല, ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ആളിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളു. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്ന് കേട്ടിട്ടേ ഉള്ളു. അപ്പൊ പുള്ളിയും പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ശരിയാ, ഈ ഒരു അവസ്ഥ പറഞ്ഞു കൊടുത്ത്. അപ്പൊ അതിലും നല്ല നമ്മൾ കാണുന്നെ വേണല്ലോ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു കേട്ടതിലും നല്ലത് എന്നെ കാണണം, കണ്ടിട്ട് എന്റെ കുറവുകളെയും മനസ്സിലാക്കണം എങ്ങനെയാണ് എന്ന്.
അപ്പൊ എനിക്ക് കാണണം എന്ന് പറഞ്ഞു ഞാൻ അവളോട്. ഞാൻ അപ്പൊ കൊല്ലത്ത് എങ്ങനെയാ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കൊല്ലത്ത് ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊല്ലത്ത് ഇവളെ കാണാനായിട്ട് അടുത്ത ലീവില് ഞാൻ കൊല്ലത്ത് ഇവളെ കാണാനായിട്ട് പോയി. ട്രെയിന് ബുക്ക് ചെയ്തിട്ടാ, ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രം പോയി ഇറങ്ങണ്ടേ, പിന്നെ അവിടുന്ന് കൊല്ലത്തെ പോകും. എല്ലാ കാര്യത്തിലും ഈ ഡിസ്റ്റൻസ് ഭയങ്കര ഈ പ്രശ്നമായി, എന്റെ ട്രാവലും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ അതിൽ ബുക്ക് ചെയ്ത് ട്രെയിനിൽ എന്റെ കൂടെ ഉള്ള ആളുണ്ടായിരുന്നു. എന്റെ ട്രെയിനിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങള്, ഒരാളുണ്ട്, എനിക്ക് അവളെ കാണാൻ പോകണം. കൂടെ ഉള്ള ആളും നല്ല സപ്പോർട്ട്. അവർക്ക് ഇത് വരേണ്ട ഒരു ആവശ്യമില്ല, അവരെ ജോലി എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിലെത്തിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്റെ കൂടെ നിന്ന് എന്റെ കാര്യങ്ങൾ കേട്ടപ്പോ നിന്നെ സ്നേഹിക്കുക. പക്ഷെ അവർക്കും എന്താ സ്നേഹിക്കാന്ന് പറയുമ്പോ അവര് ഏതോ ഇതായിട്ടല്ലോ കണ്ടത്. ഞാൻ കണ്ട പോലെ എല്ലാവരും കാണുക, അവര് വീൽ ചെയറിലുള്ള ആളല്ലേ, അവന് സ്നേഹം, അങ്ങനത്തെ ഒരു രീതിയിലാണ് എടുത്തത്. എന്നാലും എന്റെ കൂടെ വരാന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോ വരാന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ട്രെയിന് ബുക്ക് ചെയ്തിട്ട് പോയി. ആ ലീവിലല്ലായിരുന്നല്ലോ ട്രെയിൻ മിസ്സായത്. ഞങ്ങൾ ടോട്ടൽ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് മാരേജിന് മുന്നേ. അപ്പൊ ആ ലീവില് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവളോട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ബീച്ചിന്റെ ഹാർബറിന്റെ അടുത്തല്ലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് എത്താന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നേരിട്ട് ഞാൻ പുള്ളിനെ കണ്ടിട്ടുണ്ടായിരുന്നേ, എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാൻ കണ്ടിട്ടു കാണാത്ത മട്ടില്ല, എനിക്കറിയാം ടെൻഷനായിട്ട് എന്തൊക്കെ ഒരു പോലെ. ഫോണിൽ കൂടെ ആകുമ്പോ ഞങ്ങൾ നന്നായി സംസാരിക്കുകയൊക്കെ ഉണ്ട്, സൗഹൃദമൊക്കെ. പക്ഷെ നേരിട്ട് എനിക്ക് മൊത്തം ടെൻഷനാ. ഏത് ആർമിക്കാരനാണേലും ഫേസ് ചെയ്യാനുള്ള മുന്നില് പോയിട്ടുണ്ട് ടെൻഷൻ, പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയിട്ടുണ്ട്, ടെൻഷനായിട്ട്. നേരെ നിൽക്കാൻ നടക്കുകയാണെങ്കിൽ പിന്നെ ഇത്ര ഇതും ഉണ്ടാവില്ലായിരുന്നു. വീൽ ചെയറിൽ നിന്ന് അയ്യോ ഇവളെ എങ്ങനെ ഫേസ് ചെയ്യണം, ഇവളെ എല്ലാം അറിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഫേസ് ചെയ്യാൻ നല്ല ചടപ്പായിരുന്നു. ഇങ്ങനെ അവൾ എന്നെ കണ്ടാൽ ഇനിയിപ്പോ ആ സ്നേഹം, അവൾക്ക് പറഞ്ഞ സ്നേഹം പോവോ, ഇനി ഒരു കുറച്ചിലായിട്ട് തോന്നുമോ, എന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഫീൽ ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്തൊക്കെയോ അങ്ങനെ തോന്നിയിരുന്നു, മനസ്സിൽ എന്തൊക്കെയോ വന്നു. ലാസ്റ്റ് ഇവളെ കണ്ടപ്പോ പിന്നെ ഞങ്ങൾക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന്, എന്താ പറയണ്ടതെന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഇതാ കണ്ടില്ല, ഇതാണ് എന്റെ അവസ്ഥ, കണ്ടോ, ഇങ്ങനെ ഇരിക്കുക. അപ്പോ സാധാരണ ഇപ്പൊ ഈ റോഡുമിലൊക്കെ നോക്കിക്കോ, ബൈക്കിന്റെ ബാക്കില് ഇപ്പത്തെ ലവേഴ്സ് എങ്ങനെയാ, ബൈക്കിന്റെ ബാക്കിൽ കെട്ടിപ്പിടിച്ച് പോവുക, ചുറ്റുക, ഇതൊന്നും നടക്കില്ല, നോക്കിക്കോ, ചിലപ്പോ ഈ എന്നെ വീൽ ചെയർ തള്ളി നടക്കേണ്ടി വരും, അങ്ങനത്തെ അതായിരിക്കും നീ കെട്ടിയാല്. തീർത്തും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, വീൽ ചെയറിലാണ്. ആർമി ആ ഒരു റെസ്പെക്ട്, ആ പദവിയേ ഉള്ളൂ എനിക്ക്. അല്ലാണ്ട് ഇപ്പൊ നോർമൽ ആൾക്കാർ നടക്കുന്ന പോലെ അതിൻ്റെന്ന് പോയിട്ടുണ്ട്. എനിക്കിപ്പോ ഇങ്ങനെ ഇരിക്കും, ഇത് എത്ര കാലം ഇരിക്കണം, ഞാൻ നാളെ നടക്കൂല എന്ന് എനിക്ക് പറയാൻ പറ്റൂല. നടക്കാതെ ഇരിക്കാൻ ചിലപ്പോൾ നടക്കും ചെയ്യാം, രണ്ടും. ഞാൻ നടക്കുന്നു വാക്കൊന്നും തരുന്നില്ല. ചിലപ്പോൾ ഇവള് ഞാൻ നടക്കുന്നു വാക്ക് കൊടുത്ത് ആ വാക്കിന്റെ വിശ്വാസത്തിൽ വന്നിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും, നടക്കൂലല്ലോ എന്നുള്ള ഒരു ഇത് വരും, ഫീല് വരും, 2 ഫീല് വരും. അതുകൊണ്ട് ഞാൻ തീർത്തും പറഞ്ഞു, നടക്കൂല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കൂടുതലും പറഞ്ഞു. കാരണം ഇനിയിപ്പോ നടന്നില്ലല്ലോ, അപ്പൊ ഇത് ആദ്യം അറിയാലോ നടക്കൂല, പക്ഷെ നടന്നാലോ ഒത്തിരി ജീവിതം തിരിച്ചു കിട്ടിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവളോട് നടക്കൂല ഉള്ള രീതിയിൽ തന്നെ പറഞ്ഞത്. നടക്കുന്ന ഒരിക്കലും ഞാൻ വാക്ക് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്റെ കണ്ടീഷൻ, ഡോക്ടർമാർ വരെ എന്നെ പറഞ്ഞത് നടക്കൂല എന്നാണ്. അപ്പോഴും ഇവളെ എനിക്ക് സപ്പോർട്ട് ചെയ്യും. ഡോക്ടർമാരല്ലല്ലോ തീരുമാനിക്കുന്നത് മനുഷ്യന്മാരുടെ കാര്യം, എല്ലാം ഡോക്ടർമാരുടെ കയ്യിലല്ലല്ലോ. മിറാക്കിള് സംഭവിക്കും, എത്ര പേർക്ക് സംഭവിക്കുന്നുണ്ട്. ആ വിശ്വാസം ഇന്ന് വരെ ഇവള് എന്റെ കൂടെ, അന്ന് സ്നേഹിക്കുന്നത് മുതൽ എനിക്ക് സപ്പോർട്ട് തന്നെ ഇവളാ. 3 വർഷം പ്രണയിച്ചോ? 2021 ഞാൻ പറഞ്ഞില്ലേ ലീവിന് പോയി, 17 വയസ്സായി കഴിഞ്ഞ് എപ്പോഴാണ് പുള്ളി വരുന്നത്. 3 വർഷം പ്രണയിച്ചു പറഞ്ഞാൽ ചെറിയ കുട്ടീനെ പോയി കെട്ടാൻ പറ്റും, വയസ്സാവണ്ടേ. 3 വർഷം അപ്പൊ ഞങ്ങള് 3 വർഷം പ്രണയിച്ച് ഇപ്പൊ 20 ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ എന്തിനാ ഓടിയത്? പേടിയാവുണ്ട്. എന്റെ അച്ഛന്റെ വീട്ടുകാരോ അമ്മേന്റെ വീട്ടുകാരൊക്കെ കണ്ടാവും. പിന്നെ അത് മാത്രല്ല 17 വയസ്സുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഏട്ടനെ വിളിക്കാനോ ആർമിയിലാണ് ആടുന്ന് വരാനോ ഒന്നും കഴിയില്ല, പിന്നെ നഷ്ടമായി പോവില്ല. അതിന്റെ ഒക്കെ ഒരു ടെൻഷനും കൊണ്ടിട്ട് എന്തോ കാണണോ വേണ്ടിയോ, ആൾക്കാർ നോക്കുവോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടി. അന്ന് കാണാൻ വന്നപ്പോ എന്താ ഗിഫ്റ്റ് കൊടുത്തേ? ഗിഫ്റ്റ് ഒന്നും കൊടുത്തൊന്നുമില്ല, ഞാൻ വെറുതെ ഞങ്ങള് സംസാരിക്കണം ഇതായിരുന്നു. അന്ന് ഗിഫ്റ്റ് ഇല്ലേ ഞങ്ങള്. പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നേരിട്ടല്ല, ഇങ്ങനെ പാഴ്സൽ അയച്ച്, അതായിരുന്നു ഞങ്ങളെ മെയിൻ ഗിഫ്റ്റ്. നേരിട്ട് ഞങ്ങൾ അന്ന് കൊടുത്തില്ലായിരുന്നു. വീട്ടുകാർ പിടിച്ചത് എന്റെ വീട്ടില് പിടിച്ചത് കൊറേ ഇങ്ങനെ ഞാൻ വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തിന്, എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ വന്നിട്ട് അച്ഛനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, സംസാരിച്ചുകൊണ്ട് നമുക്ക് മര്യാദക്ക് പോന്നാ പോരേന്ന് സംസാരിച്ചിട്ട്. ഇവള് പറഞ്ഞു ഇല്ല, അമ്മ പറഞ്ഞ ഒരിക്കലും സമ്മതിക്കൂല, അച്ഛനെ എനിക്ക് അറിയുന്നതാണ്, അച്ഛൻ ഒരിക്കലും സമ്മതിക്കൂല, എന്നെ വേറെ പിടിച്ച് കെട്ടിക്കുകയേ ചെയ്യുള്ളൂ, നിങ്ങൾ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കൂടുതൽ ജീവിക്കണം. അച്ഛനെ കുറ്റം പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ കണ്ണേട്ടൻ ഒരു അച്ഛനാണെങ്കിൽ കണ്ണേട്ടനും അങ്ങനെ തന്നെയല്ലേ ചെയ്യല്, ചെയ്യാണ്. പക്ഷെ ഞാൻ ഈ അവസ്ഥയിലുള്ളപ്പോ ഞാൻ മനസ്സിലാക്കി ഇനി ഒരു കുട്ടി ഉണ്ടാവാണ്, ഞാൻ ഉള്ളത് പറഞ്ഞാൽ എന്താ, എനിക്ക് അവസ്ഥ മനസ്സിലായി. ഇവളെ സ്നേഹിച്ചാണ് എന്റെ കുട്ടിക്ക്
ഇനി ഉണ്ടാവുമ്പോ എന്റെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും സമ്മതിക്കും. വേണ്ടാത്ത വാക്കൊന്നും പറയണ്ട. ഇനി കുട്ടി എപ്പോഴെങ്കിലും കാണുമ്പോ കുട്ടി പറയാം അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് പോവാന്ന്. ഈ മനുഷ്യ കുട്ടീനെ വഴിതെറ്റിക്കാൻ നടക്കാണ്. പക്ഷെ ഞാൻ കാലാകാലങ്ങൾ നിൽക്കുന്നതാണ് ഇത് ഡോക്യുമെന്റ് ആണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മര്യാദ നടക്കുന്ന ഒരാളെങ്കില് ഞാൻ ഈ വാക്ക് ചിലപ്പോ പറയണമെന്നില്ല. അപ്പൊ ഞാൻ എനിക്കും ഒരുപാട് അനുഭവിച്ചു. മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ് എപ്പോഴും. അത് ഞാൻ മനസ്സിലാക്കി. കൂട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ആണ് ഞാൻ പറയുന്നത്, അല്ലെ ഞാൻ പറയില്ല. എന്താ പറയാ, അഖിലേനെ കിട്ടിയതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടല്ലോ അഖിലിനെ. പക്ഷെ ഞാൻ ഇങ്ങനെ സന്തോഷം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും കച്ചറ ഉണ്ടാക്കല്ലേ. ഞാൻ എങ്ങനെയാണെന്ന് ഒന്നും ഞാൻ നോക്കില്ല. എനിക്ക് എപ്പോ ദേഷ്യം വരുന്ന അപ്പൊ ഞാൻ എന്നെ ഒരിക്കലും അവള് വീൽ ചെയർ ആയിട്ട് ഇങ്ങനത്തെ ഒരാളാന്ന് കണ്ടില്ല. നോർമൽ എങ്ങനെയാണോ രണ്ടുപേര് ജീവിക്കുന്നത് അവരുടെ ഇടയിൽ അടി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അതായത് ഇവള് സാധാരണ അയ്യോ ഇങ്ങനെ ഉള്ളതാണല്ലോ ഏട്ടനെ കച്ചറ ഉണ്ടാകണം എപ്പോഴും സ്നേഹിച്ചോണ്ട് നിൽക്കുക, അങ്ങനെയൊന്നല്ല. മുഴുവൻ കച്ചറ തന്നെയാ. ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ തൊട്ടേ കച്ചറ തന്നെയാ. എനിക്ക് വായിൽ എന്തോന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പറയൂ. അതേപോലെ തന്നെ ഇങ്ങോട്ട് എന്നെ എത്ര വട്ടം കരയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വിട്ടുപോയില്ല. കരഞ്ഞിട്ട് എന്നെ കരയിപ്പിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ ഞാനാണ് കേട്ടോ പോകുമ്പോ എന്റെ പുറകെ വരണ്ടായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം ആയപ്പോണ്ട് വരില്ല. ഞാൻ ഇങ്ങനെ നോക്കും എന്ന് വരും നാളെ വരും വരില്ല. ലാസ്റ്റ് ചെയ്യോ പോയോ ശല്യം സഹിക്കാൻ വയ്യാണ്ട് പോയോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടിക്ക് ഇങ്ങോട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് മിണ്ടുള്ളൂ. അപ്പത്തേനും ഇങ്ങനെ അറിയാം ഇനി ഞാൻ എവിടെ പോവാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഭയങ്കര വെയിറ്റ് ഇട്ട് തുടങ്ങി എന്നോട്. അയ്യോ ഏട്ടാ എന്നെ വിട്ടിട്ട് പോവല്ലേ പറഞ്ഞിട്ട് ഞാൻ ഓടി പോവലുണ്ട് അങ്ങോട്ട്. എന്നോട് ഞാൻ അതും ചിന്തിച്ചതാ. ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് കരയിപ്പിച്ചിട്ട് വരെ എന്റെ ഈ അവസ്ഥയായിട്ട് ഒന്ന് അവൾക്ക് ഇട്ടിച്ച് പോയാൽ പോരെ. ആ ഏട്ടാ ഇങ്ങനെ കരയിപ്പിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരാളെ വേണ്ടാന്ന് വെച്ച് ഇങ്ങനത്തെ ഒരാളും കൂടെയാണ് വേണ്ട വെച്ചിട്ട് വരെ പോകുന്നില്ല. ഇതൊക്കെ ഞാൻ ചിന്തിച്ച കാര്യ. ഇങ്ങനെയും ചെയ്തിട്ട് ഇവള് പോകുന്നില്ലെങ്കിൽ അത് എനിക്ക് എന്നെ ദൈവം ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലും നോക്കുന്നതല്ല. സത്യസന്ധമായിട്ട് പറയാ, എനിക്ക് പറയാൻ കിട്ടിയ ഒരു അവസര ഇവളെ പറ്റിയിട്ട്. ദൈവം എന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ദൈവത്തിനെ പണ്ട് കുറ്റം പറയുമായിരുന്നു. എന്നെ ഈ അവസ്ഥയിൽ എന്തിനാ ചെയ്തതെന്ന്. കുറെ പേര് പറയും എന്തെങ്കിലും പാപം ചെയ്തിട്ടാ അല്ലേ. അപ്പൊ ഞാൻ ഈ പറയുന്നവരോട് ചോദിക്കും, ചെറിയ മക്കൾക്ക് വരെ വരുമ്പോൾ അവരെന്ത് പാപം ചെയ്ത, മുൻജന്മ പാപം അല്ല അച്ഛനമ്മമാര് ചെയ്ത പാപം, ഇതൊക്കെ എന്ത് കണ്ടിട്ടാ പറയുന്നത്. അപ്പൊ ഞാൻ എന്നോടും പറയുമ്പോ ഞാൻ അതാ പറയാ. എനിക്കിപ്പോ ദൈവം പാപം ചെയ്തിട്ടാന്നൊക്കെ പറയുമ്പോ ഞാൻ അതിലൊന്നും വിശ്വസിക്കില്ല. നല്ലവർ അപ്പൊ ഈ ബാക്കി നല്ലവരായി നടക്കുന്നവരൊക്കെ നല്ല രീതിയിൽ നടക്കുന്നവരാണ്. അങ്ങനത്തെ ഇതുണ്ടോ? ഇല്ലല്ല കുത്തി പറയുന്നല്ല ചേച്ചി, ഞാൻ നോർമൽ ആയിട്ടുള്ള കാര്യം പറയുന്നത്. നോർമലായിട്ട് അല്ല ഇന്നെ പറയുമ്പോ നമുക്ക് ഫീല് വരൂലേ പാപം ചെയ്തിട്ടാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോ എത്രത്തോളം ഫീല് വരും. എന്ത് പാപം ചെയ്തിട്ടാ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത്. അഖില വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഞാൻ പിന്നെ ഇവളോട് പറഞ്ഞത് ദൈവം എന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്കൊരു സന്തോഷം തന്ന് എനിക്ക് കൂടെ എന്നെ കൊണ്ടുനടക്കാൻ ഇങ്ങനെ ഒരാളെ തന്നെ. ഇങ്ങനെ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ വരത്തൂടില്ലായിരുന്നു. ഒരിക്കലും ഞങ്ങൾ കണ്ടുമുട്ടൂലായിരുന്നു. കാരണം ആർമിയിലുള്ള ഒരാൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ കഴിയില്ല, ഫോൺ എടുക്കില്ല അവിടെ. അപ്പം ഞാൻ കണ്ടുമുട്ടില്ല. ഇതെന്തോ ഒരു വിധി പോലെയാണ്. ഫേസ്ബുക്ക് ഒഴിവാക്കിട്ടോ ഞാൻ ഇവിടെ കിട്ടിയ ഫേസ്ബുക്ക് ഒഴിവാക്കി. ഞാൻ ഒഴിവാക്കി ചേട്ടാ. ഇനി അടുത്ത ഫേസ്ബുക്ക് എടുത്ത് എനിക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി ഞങ്ങളെ സെറ്റായി. പിന്നെ നമ്പർ കിട്ടി വിളിച്ചു തുടങ്ങി. പിന്നെ ആ ഫേസ്ബുക്കേ ഒഴിവാക്കി. ഇപ്പൊ ആ ഫേസ്ബുക്കേ ഇല്ലല്ലോ. അതുകൊണ്ട് ഇല്ല കേക്കണം നിങ്ങളെ ചാറ്റ് ഉണ്ട്. നമ്മള് ചാറ്റ് ചാറ്റായിരുന്നു എന്നല്ല, ആ ചാറ്റുമ്പോ പണ്ടത്തെ ഞങ്ങള് ചാറ്റ് ചെയ്ത് കാണുമ്പോ ഞങ്ങൾ അന്ന് ചാറ്റ് ചെയ്ത് ഇപ്പൊ നോക്കുമ്പോ ഒരു ഇതല്ലേ അത് പറഞ്ഞതാ. ശരി അഖില് പറഞ്ഞ നേരെ ആളെ വീൽ ചെയർ പിടിച്ചിട്ട് ഇടിക്കും. അത് പറഞ്ഞ എന്നെ വീൽ ചെയർ ഞാൻ എപ്പോഴും പറയൂ. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും വീൽ ചെയറിൽ തന്നെയല്ലേ ഒരു പരിഗണന പരിഗണന. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ ഇഷ്ടപ്പെടുമ്പോഴേ പറയണ്ടായിരുന്നു എനിക്ക് ഇറ്റ സിറ്റുവേഷൻ ഒന്നും ഞാൻ നോക്കില്ല, എനിക്ക് ദേഷ്യപ്പെട്ട ഞാൻ അങ്ങോട്ട് ചൂടാവും പറഞ്ഞിട്ടുണ്ട്. റിയാക്റ്റീവ് ഞങ്ങൾ അങ്ങനെ തന്നെ നോർമൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിലും അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചില സമയത്ത് ഞാൻ മറന്നേ പോവുണ്ട് പുള്ളിന്റെ കണ്ടീഷൻ അങ്ങനൊന്നും. ഞാൻ ചില സമയത്ത് മറന്നേ പോകും. എന്നെ പിടിച്ചിടിക്കുമ്പോ മറന്നു പോകും. നല്ല ഇടി കൊടുക്കല്ലേ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. അതന്നെ ചേച്ചി കണ്ടത് ഞാൻ കൊടുക്കുന്നാണെങ്കിൽ എനിക്കും കിട്ടലുണ്ടല്ലേ. എനിക്ക് കിട്ടലുണ്ട്. പിടിച്ചു കടിക്കലാണ്. എന്തോ ഒരു ജീവിയാണ്. അങ്ങനെ ഞങ്ങള് ചാടിച്ചത് അതായത് 2024 ഇപ്പോ ഏപ്രിൽ 10 ഞാൻ എൻ്റെ ലീവ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇവളോട് പറഞ്ഞു അച്ഛൻ വരാനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവളാണ് പറഞ്ഞത് അച്ഛൻ വന്നാൽ എന്തായാലും സംഭവിക്കും. ഞാൻ ചോദിച്ചു അച്ഛനോട് പറഞ്ഞു നോക്കിയാലോ ഒന്ന് സംസാരിച്ചു നോക്കാം, ഞാൻ തന്നെ സംസാരിച്ചു നോക്കാം. അച്ഛൻ എങ്ങനെയാണ്, അച്ഛനും ഒരു മോനുള്ളതല്ലേ, അപ്പം മോന് അച്ഛനും മനസ്സിലാവില്ല അവസ്ഥ, നമുക്ക് എന്താ എപ്പോഴാ പറ്റുകയെന്ന് പറയാൻ പറ്റൂല.
അപ്പോൾ എനിക്കും ഇങ്ങനെ വന്നു പോയി. പക്ഷെ അച്ഛൻ്റെ മോള് എന്നെ ഈ അവസ്ഥയിൽ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇവള് സമ്മതിക്കുന്നില്ല. അച്ഛനെ നന്നായിട്ട് ഇവൾക്കറിയാം. ഒരച്ഛന്മാർ അങ്ങനെ, എൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ എന്നോട് ഭയങ്കര കാര്യം. അച്ഛന്മാർക്ക് അല്ലെങ്കിലും പൊതുവെ പെമ്മക്കളോടല്ലേ കുറച്ച് സ്നേഹക്കൂടുതൽ. എൻ്റെ അച്ഛൻ അല്ലേ എന്നോട് ഭയങ്കര കാര്യമാണ്. എൻ്റെ അമ്മയൊക്കെ എന്നെ ചീത്ത പറഞ്ഞാലും അച്ഛൻ എന്നിട്ട് ചൂടാവില്ല. അച്ഛനെ കാണുമ്പോഴത്തേനും അമ്മ ചീത്ത പറഞ്ഞാൽ ഞാൻ ഒരു ചെവി കൂടെ കളയും. പക്ഷെ അച്ഛൻ എവിടെന്നെങ്കിലും വരുന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്നൊരു കള്ളക്കണ്ണീരൊക്കെ കരിച്ചിട്ട് അച്ഛൻ്റെ മുമ്പിൽ കിടന്ന് കരയാം, അമ്മ തല്ലി എന്നുള്ള രീതിയിൽ. അപ്പം അച്ഛൻ വന്നിട്ട് എന്തിനാണ് എൻ്റെ കൊച്ചിനെ തല്ലിയ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ചീത്ത പറയലുണ്ട്. അപ്പം അത്രയും സ്നേഹമുണ്ട് ഞാനും അച്ഛനും തമ്മിൽ. അപ്പോൾ ഒരച്ഛന്മാരും അങ്ങനെ ഇതാക്കല്ലേ. അച്ഛനൊരു സങ്കല്പം കാണല്ലേ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ഏതച്ഛന്മാർക്കാണേലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം, അച്ഛൻ സമ്മതിക്കില്ല വേണ്ട പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പ്ലാൻ ചെയ്തു ലീവിന്. പിന്നെ എനിക്ക് പേടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണ് എത്ര നാൾ സ്നേഹിച്ച അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇനി ഇല്ല കല്യാണം കഴിക്കാൻ പറ്റില്ല, അച്ഛൻ നാളെ വേറെ ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ നിന്ന് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമാവും. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണം കണ്ണേട്ടനെ ഒഴിവാക്കേണ്ടി വരും. എന്നാൽ എനിക്ക് കണ്ണേട്ടനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അച്ഛനെയും വേണം കണ്ണേട്ടനെയും വേണം. അപ്പോൾ എന്ത് ചെയ്യാനാ, ചാടിപ്പോയി കഴിഞ്ഞാൽ അച്ഛനും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമുണ്ട്. ഓൾറെഡി പോയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അച്ഛൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അത് ഞാൻ കണ്ണേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തു എന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്കും വിശ്വാസം വരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കല്യാണം കഴിക്കാനുള്ള ഒരു ഇതായോ, ചെക്കനായോ, കല്യാണ പ്രായമായി, ഇപ്പഴും കല്യാണം ഇവള് വരുന്നു. അപ്പൊ ഞാനും പിന്നെ ആ ഒരു ഇതിലെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇവള് ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു ഇപ്പഴേ കല്യാണം കഴിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛൻ വന്നാ പിന്നെ നടക്കും. 3 വർഷമായിട്ട് ഇപ്പളെ കല്യാണം കഴിക്കണമെന്ന്. ഒരു 2-3 മാസം കൂടെ എൻ്റെ അച്ഛൻ വന്ന് എന്നെ പിടിച്ച് വേറെ കെട്ടിക്കുന്നുണ്ട്. വയസ്സായിട്ടുണ്ട്, അതറിയില്ല. 3 വർഷം പോയെന്ന് അറിയില്ല. അറിയുന്നില്ല. അപ്പൊ കല്യാണം എന്നൊക്കെ പറയുമ്പോ അത്ര ആ ലെവലിലേക്ക് ചിന്തിച്ചില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് കല്യാണം. അപ്പൊ ഞാൻ ഇങ്ങനെ ലീവിന് വരാൻ നേരെ എൻ്റെ ചെറിയ അളിയനോട് കാര്യം അവതരിപ്പിച്ച്, ഇങ്ങനെ ഉണ്ട് അളിയ, കൊല്ലത്തുള്ളതാണ്. അപ്പൊ എനിക്ക് അളിയ എന്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് എന്നോട് എന്ത് പറയുന്നോ അതിന് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, നാട്ടിൽ വരുമ്പോ ഒന്ന് പോണം, അവളെ കൊണ്ടുവരും. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഞാൻ അവളോട് പറഞ്ഞിരുന്നു മേരെ ഇത് ചെയ്തേക്കാം, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ചെയ്തു വെക്കാം. പിന്നെ അച്ഛൻ വന്നാലും അവളെ പിടിക്കാൻ പറ്റൂലല്ലോ ഞങ്ങളെ. അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയാലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത്, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ചെയ്തിടാം. ഞാൻ എൻ്റെ അളിയനോടും പറഞ്ഞ എല്ലാവരോടും പറഞ്ഞു വെച്ച് അങ്ങനെ ചെയ്തു വെക്കാന്ന്. പിന്നെയാണ് നാട്ടിൽ വന്നിട്ട് എൻ്റെ 2 അളിയന്മാരുണ്ടായിരുന്നു, ചെറിയ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത ഒരു വിഷയമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ഫോട്ടോ എന്തോ ഒട്ടിച്ച് ഇടും. എന്തായാലും എന്റെ ചെറിയച്ഛൻ ഓട്ടോ ഓടുന്ന ആളാ, പുള്ളിക്കാരൻ എന്തായാലും കാണും. അപ്പൊ ഇനി എന്തായാലും പണി ഫോട്ടോ ഒട്ടിക്കും, അത് വേണ്ട പറഞ്ഞു. അപ്പൊ വേറൊരു ഫ്രണ്ടാണ് പറഞ്ഞ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് കല്യാണം നടത്തിയിട്ട് പിന്നെ ഒരു നൻപുണ്ട്, അവനും ആർമിയില, ഇപ്പൊ ജമ്മുല, കട്ടാക്കി. എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചുള്ള. അപ്പൊ ഇന്നെ പൂനെയിൽ വരെ കാണാൻ വന്നിരുന്നു. അവന്റെ കൂടെ എന്തിനും ഉണ്ടാവുന്നതാ, എവിടെ കൊണ്ടാവാനോ. അവ ഇപ്പൊ നാട്ടിലില്ലാതെ പ്രശ്നം, നാട്ടിലുണ്ട് എന്നെ എവിടെയും കൊണ്ടുപോകും. അപ്പൊ ആ നൻപ എനിക്ക് പറഞ്ഞു തന്ന്, അവനാ സെറ്റ് ചെയ്ത് തന്നെ. അവന്റെ ഒരു വക്കീലുണ്ട്, ഒരു ഏച്ചി. ആ ഏച്ചിയാണ് ഇവിടെ എറണാകുളത്ത്. അപ്പം ഇവിടെ ആദ്യം വിളിച്ച് ഇവിടെ സംസാരിച്ച്. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ഇതൊന്നുമില്ല, അന്ന് വന്നാൽ മതി, ഒരു ഇത് എടുക്കേണ്ടി വരും, അന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വേറെ പ്രൊസീജിയറോ ഒന്നുമില്ല. അപ്പൊ ആ ഏച്ചി സെറ്റാക്കി തന്നെ എനിക്ക് അവൻ വഴി. അവനാണ് എനിക്ക് ഒരേ ഒരു നൻപൻ. കാരണം ഇതിനെ തുടക്കമിട്ട് തന്നെ എന്നെ കെട്ടിക്കാനും എല്ലാത്തിനും അവൻ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് നാട്ടിൽ വന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഇവളോടെ എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഇവളെ ഞാൻ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് എത്താന്ന് പറഞ്ഞപ്പോ ഇവള് എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് വന്ന് ഇത് കല്യാണം നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കല്യാണത്തിന് തലേന്ന് വരെ ഞങ്ങൾ കച്ചറ ഇട്ടായിരുന്നു. എന്തോ ഒരു കാര്യത്തിന് തൊട്ടനെ പിടിച്ചിട്ടൊക്കെ കച്ചറയാണ്. ഇല്ല ഞാൻ ഇനി കല്യാണം കഴിക്കില്ല, എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ മാറിക്കായിരുന്നു. പിന്നെ ഒരു 12 വിളിച്ചപ്പോഴാണ് നാളെ കല്യാണം ഇല്ലേ ചോദിച്ചു. പിന്നെയാണ് ഞങ്ങൾ പറയുന്നത് നാളെ കല്യാണമല്ലേ, അടിയൊന്നും വേണ്ട, നമുക്ക് മര്യാദ കല്യാണം കഴിക്കാം. അങ്ങനെ അതിന്റെ തലേന്ന് വരെ അടിയായിരുന്നു ഞങ്ങളെ അവസ്ഥ അങ്ങനെയാ. അടിയിടും, പിന്നെ കുറച്ച് ദിവസം പോവും, പിന്നെ നിർത്തും. അങ്ങനെ പിന്നെ കല്യാണം ആയോണ്ട് അടി നീട്ടിക്കൊണ്ടുപോകും. 5 ദിവസത്തെ മേലെ പോയില്ല, ആകപ്പാടുള്ള ഒന്ന് കൂടുതലുള്ള 5 ദിവസം. എന്റെ അച്ഛന്റെ പൈസയ്ക്കാണ് ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് എറണാകുളം വരെ വന്നത്. എന്റെ അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞേക്ക, എന്റെ പൈസ ഇല്ലല്ലോ, എറണാകുളം വരെ വരണ്ടേ, പുള്ളിക്കാരൻ ഇനി അവിടെ വന്നിട്ട് അത്ര ഇരുന്ന് മുഷിയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞത്. പിന്നെ അവിടെ വെച്ചിട്ട് നടത്താൻ കഴിയില്ല, കാരണം അവിടെ നമ്മുടെ അച്ഛനും അമ്മ എല്ലാരും ഉണ്ട്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റും. ഇവരുടെ അവിടെയും വേണ്ട, കാരണം ഇന്ന് എന്റെ വീട്ടിലോട്ട് പോവാനുള്ള ഒരു പ്ലാനായിരുന്നു. ഞാൻ തിരിച്ച് എന്റെ വീട്ടിൽ പോവാ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് എന്തോ
ഒരു പ്രൂഫ് ഉണ്ടാക്കി വെക്കണം, മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, പിരിക്കാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനത്തെ ഉള്ള ഒരു പേടിയാണ് ഇത് ചെയ്തത്. അങ്ങനെ എന്താ പറയുക, അച്ഛനോട് എന്നാ കള്ളം പറഞ്ഞു വാങ്ങിച്ചു? അച്ഛനോട് ഞാൻ പറഞ്ഞു എൻ്റെ കോഴ്സിന് എന്തോ 2000 രൂപ വെച്ച് അടയ്ക്കാനുണ്ട്, ഫീ അടയ്ക്കാനുണ്ട് പറഞ്ഞു, എക്സാം ഫീ. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങി പുള്ളീൻ്റെ അടുത്തോട്ട് ബസ്സിൽ വന്നു. അച്ഛനെ പറ്റിച്ച് അച്ഛൻ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ 2000 രൂപ മേടിച്ചോണ്ട് അവൾ ഇറങ്ങി പോയിക്കാന്ന്. ഇവരുണ്ടല്ലോ, ഇതൊക്കെ ആണേലും കോഴിക്കോട് നിന്ന് അവളുടെ എന്താ പറയാ അഖിലക്കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ അടുത്തേക്ക് കയറിയേക്കുന്നത്. എന്നിട്ട് ഈ 2000 രൂപ മേടിച്ചിട്ട് എപ്പോ ഇവിടെ എത്തി? ഒറ്റയ്ക്ക് എങ്ങനെ എത്തി? ഞാൻ അവിടെ നിന്ന് ഒരു എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ നേരത്തെ ഒന്നും വരണ്ട, ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് നീ എവിടെയാണോ ബസ് ഇറങ്ങുന്നത് അവിടെ ഉണ്ടാവും, എന്നിട്ട് നീ വന്നാൽ മതിയെന്ന്. അവിടെ എന്നെ കാത്ത് അവിടെ വന്ന് നിന്ന് അത് കഴിഞ്ഞിട്ട് സമയം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു നീ എപ്പോ ബസ്സിൽ കയറണം. കാരണം എനിക്കറിയാം എറണാകുളത്ത് വന്ന് കാൽക്കുലേറ്റ് അല്ല നിന്ന് ഞങ്ങളിവിടെ വന്നിട്ട് കൊല്ലത്തുനിന്ന് കയറി. ഞാൻ കൊല്ലത്തുനിന്ന് കയറി. കാരണം ഒരുപാട് മണിക്കൂർ എടുത്തു. ഇല്ല, വരുന്ന വഴിക്കൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്തുന്ന ഒരു ടൈം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇന്ന ടൈമിൽ ഇറങ്ങിക്കോ, ഞങ്ങൾ അപ്പോഴേക്ക് എത്തുന്നു. ഞങ്ങൾ ആദ്യം എത്തി. അപ്പൊ ഞങ്ങൾ ആദ്യം എവിടെ എത്തി, പിന്നെയാണ് ബസ്. എനിക്കറിയില്ല, ഞാൻ അപ്പുറത്തോട്ട് പോലും പോയില്ല. അപ്പുറത്തെ ജംഗ്ഷനിൽ പോകണമെങ്കിൽ അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. അല്ല വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിറങ്ങി? വീട്ടിൽ നിന്ന് ഞാൻ എന്തായിരുന്നു അന്ന് പറഞ്ഞത്, അന്ന് അമ്മൂമ്മേന്റെ വീട്ടിൽ അന്ന് എന്റെ അച്ഛമ്മേന്റെ അവിടെ പോവാന്നാ പറഞ്ഞത്. 2 വീടുണ്ട്, അച്ഛമ്മേന്റെ അവിടെ കുറച്ച് ദൂരെയാണ്. അച്ഛൻ ഗൾഫിലായോണ്ട് എന്റെ അമ്മമ്മേന്റെ വീട്ടിൽ നിൽക്കുക. അപ്പത്തേന് ഞാൻ അച്ഛമ്മേന്റെ അവിടെ പോവാ, അച്ഛമ്മേനെയൊക്കെ കണ്ടിട്ട് കുറെ ആയി. അച്ഛൻ ഇങ്ങനെ പറയണ്ടായിരുന്നു ചെറിയച്ഛന്റെ മക്കളെ കാണാൻ അവരെന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞ അച്ഛൻ ഞാൻ നാളെ പോകുന്നുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പിന്നെയാണ് ഞങ്ങൾ തീരുമാനം മാറ്റിയത്. അച്ഛമ്മേന്റെ വീട്ടുകാരെ വിചാരം ഇവിടെ അമ്മമ്മേന്റെ വീട്ടിലാണ്, അമ്മമ്മേന്റെ വീട്ടുകാരെ വിചാരം ഇവിടെ അച്ഛമ്മേന്റെ വീട്ടിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ എന്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങള് പിറ്റേന്ന് അവിടെ അന്ന് തന്നെ പിറ്റേന്നല്ലേ എന്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ എന്റെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിന്റെ കൂടെ നിന്ന് 2 അളിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. അളിയന്മാരെ കൂടെ നിന്ന് ഞങ്ങൾ പിറ്റേന്ന് പോയിട്ട് രാവിലെ തന്നെ എറണാകുളത്ത് അപ്പം അവിടെ അമ്പലത്തിൽ പോയിട്ട് താലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ താലി കെട്ടി കൊടുത്ത് അന്ന് അവിടുന്ന് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത്. താലി കെട്ടില്ല കരുതിയത്, കാരണം വീട്ടിലോട്ട് പോകണ്ടോണ്ട് താലി കെട്ടിയ പ്രശ്നമാവോ പേടിച്ചിട്ട്. അമ്പലത്തിൽ നിന്ന് അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ അവിടെ താലി കെട്ടിന്റെ 2 ആളുടെയും കൂടെ ഫോട്ടോ കൊടുക്കണം, അപ്പോൾ അവര് സർട്ടിഫിക്കറ്റ് ആക്കി തരുള്ളൂ. എന്നിട്ട് ഈ താലിയും കൊണ്ടാണോ പിന്നെ തിരിച്ച് വീട്ടിൽ പോയില്ല. പിന്നെ അവിടെ അപ്പത്തേനും അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഫുഡ് കഴിക്കുമ്പോ എന്റെ പ്ലാനിൽ ഇവള് വീട്ടിൽ പോകുന്നത് ഞാൻ തിരിച്ചു പോരുന്നു. ഇതാരും അറിയുന്നില്ല എന്ത് മാരേജ് കഴിഞ്ഞ വിവരം. അച്ഛൻ വന്നിട്ട് പ്രശ്നമായ എന്ത് സംഭവിക്കും? ഞങ്ങൾ പറയും ഇനി പിരിക്കാൻ പറ്റൂലല്ലോ, മാരേജ് ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളെ പ്ലാൻ. ഞാൻ അവിടെ പോയാൽ ചിലപ്പോ എനിക്ക് വരാൻ പോലും പറ്റൂല. അപ്പൊ അച്ഛൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത് ഈ അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് ആ ബലത്തിന് വേണ്ടി ചെയ്തതായത്. അപ്പോ എന്റെ അളിയന്മാരൊക്കെ പറഞ്ഞ് നീ കെട്ടിക്കഴിഞ്ഞില്ലേ, കെട്ടിയ പെണ്ണിനെ വീട്ടിലേക്കാ കൊണ്ടുപോകണ്ട. കട്ടക്ക് നിൽക്കും ആദ്യം പോലെ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അളിയനും എന്റെ കുഞ്ഞോട്ടൻ ചക്ക എല്ലാരും കൂടെ ഇവളെ പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞു, മോട്ടിവേഷൻ ചെയ്ത് ഇവളോട്. പിന്നെ കണ്ണട വോയിസ് ഇല്ല, ഓള് വീട്ടിലുണ്ടാവുന്ന ഒരൊറ്റ വാക്ക് അങ്ങോട്ട് പറഞ്ഞ് അപ്പൊ തന്നെ ഇവളും എന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, എന്നാ ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലേക്ക്. ഞാൻ പ്ലാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെയൊന്നും നമ്മളെ മനസ്സിലേ ഇല്ലായിരുന്നല്ലോ. ഇല്ല, അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ട് തോന്നുന്നു ഓളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നോന്ന് അവിടുന്ന് ഒരു ചർച്ച വന്നു. പക്ഷെ കണ്ണേട്ട ചൂടാവോ വേണ്ടയോ വെച്ചിട്ടാണ് കണ്ണേട്ടന് ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് മാറ്റണ്ട വെച്ചിട്ട് അവര് പിന്നെ ഒന്നും പറയാനേന്ന് തോന്നുന്നു, നിർബന്ധിക്കാനാ. പക്ഷെ അളിയൻ അങ്ങനത്തെ ഉള്ള ഒരുത്തില്ല. അളിയൻ എന്ത് പെട്ടി തുറന്ന് പറയും. അളിയന്റെ ഒരു മനസ്സിൽ തോന്നി അളിയൻ പറഞ്ഞിട്ട് കൊണ്ടുപോവാ പറഞ്ഞിട്ട് അളിയനായിട്ട് കെട്ടിയ പെണ്ണിനെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകണ്ടേ, ആദ്യം തന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെക്കണ്ട. അപ്പൊ ഇവള് എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ നീ എന്താ പറയുന്ന എനിക്ക് ഒരു ഇതും ഇല്ല, അപ്പൊ വീട്ടിലേ പോവണ്ടേന്നൊക്കെ. അപ്പൊ ഇവള് പിന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, അതായത് ഇവള് ഏട്ടന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു അമ്മേനോട്. കല്യാണം കഴിഞ്ഞ് അമ്മേനോട് അങ്ങോട്ട് തന്നെ ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു വെച്ച് അച്ഛനോട്. അപ്പൊ അച്ഛൻ പറഞ്ഞു അവളങ്ങോട്ട് കൊണ്ടുവരും, അവൾ ഇവിടെ സേഫ് ആയിരിക്കും, ഇനിയിപ്പോ അങ്ങോട്ട് വിട്ടാലോ അവരെ അറിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഈ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ ഒരു ഓപ്ഷൻ വെച്ച്, നീ ഇന്നപ്പോ വീട്ടിലേക്ക് പോര്, കാരണം എന്നല്ലേ ഉള്ളൂ, എന്റെ നാട്ടിൽ അറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ, എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ അവൾ കൊല്ലല്ലേ, ഇത്ര ദൂരം ഉണ്ടല്ലോ, അറിയാൻ വഴിയില്ലല്ലോ. അപ്പൊ നീ വീട്ടിലേക്ക് വാ, 1-2 ദിവസം നിന്നിട്ട് നിന്നെ അവിടേക്ക് ആക്കാന്നുള്ള പ്ലാനില്
ഞാൻ ഇവളെ കൊണ്ടുപോയി. അപ്പൊ നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, ഇതിന് മുന്നൊരു സംഭവം നമ്മള് കല്യാണം കഴിച്ചെന്ന് ഇവരുടെ നാട്ടിൽ അറിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരാളും അറിയാണ്ട് എന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ നാളെ ഇവരുടെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതാണ് എല്ലാവരും ചോദിക്കും ഞാൻ ഏതാന്ന്. ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുക. കുറെ ആൾക്കാർ കഴിച്ചെടുത്തിട്ടാ ഇതെല്ലാം നിങ്ങളെ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്തവർ അപ്പോഴാണ് അറിയുന്നത് ഇവന്റെ കല്യാണം കഴിഞ്ഞു. നേരത്തെ എന്റെ ഫാമിലി ഒക്കെ സ്റ്റാറ്റസ് ഇട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലൊരു ക്യാമറമാനും ഞാനും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. ആരാത്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ക്യാമറ ഇവിടെ ഇല്ല, ഇവിടെ അല്ല എഡിറ്റർ കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പൊ ഒരേ ഒരു വഴി എങ്ങനെയാ, ഇപ്പൊ ഇട്ടാല് ബാക്കിയുള്ളവരെ അറിയും. നമ്മളിപ്പോ എല്ലാവരും വിളിച്ച് പറയണ്ടല്ലോ എന്റെ മാരേജ് കഴിഞ്ഞ്. അപ്പൊ ഒറ്റ വഴി അളിയനും എല്ലാവരും കൂടെ കണ്ട് ഗ്രൂപ്പിലൊക്കെ നിരത്തിയിടുക. കണ്ടവർ ഷെയർ ചെയ്യുമല്ലോ ഈ കാര്യം. ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും. റിലേറ്റീവ്സ് എല്ലാം ഓരോന്നിലും യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഇടാൻ തുടങ്ങി. ഇല്ല, യൂട്യൂബിലിട്ട് ഞങ്ങള് വീട്ടിലെ വരുമ്പോ ഇതിലിട്ട് ഇൻസ്റ്റയില് അങ്ങനെ പണി കിട്ടി. ഞാൻ എന്താ തിരിച്ച് കൊല്ലത്തേക്ക് വിടേണ്ട ആളായിരുന്നു. യൂട്യൂബിലിട്ടപ്പോ ഇതിലിട്ടപ്പോ ഇൻസ്റ്റയിലിട്ടപ്പോ കൊല്ലത്തെത്തി അറിഞ്ഞ് പിറ്റേന്ന് പോവേണ്ട വളയായിരുന്നു. അപ്പൊ അവിടുന്ന് വിളി വന്ന് എനിക്കും പേടിയാവുന്ന അച്ഛനെ വിളിക്കാൻ. അപ്പത്തേനും പിന്നെ അപ്പത്തേനും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ കിട്ടി. അപ്പൊ അവിടെ എല്ലാരും പറഞ്ഞു ആർക്കോ റിലേറ്റീവിന് കിട്ടിയതാ മോടെ കല്യാണം കഴിഞ്ഞത്. അപ്പത്തേനും പ്രശ്നമായിട്ട് ചെറിയച്ഛനൊക്കെ അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്തേ ചോദിച്ചു ഇപ്പൊ എന്നെ കിട്ടണോ പറഞ്ഞു. അങ്ങനെ അവിടെ വിഷയമായി, പ്രശ്നമായി. ഞാൻ ഇത്രയേ വിചാരിച്ചുള്ളൂ, എന്റെ നാട്ടില് കോഴിക്കോട് അറിയണം ഞാൻ മാരേജ് ചെയ്തെന്ന്. അവളെ അങ്ങോട്ടല്ലേ കൂട്ടിക്കൊണ്ടുവന്ന്. നാളെ ചോദിക്കേതല്ലോ ആരായിക്കോട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞ ഫോട്ടോ മീശമാധവനിലൊരു ഡയലോഗാ, വെടി വഴിപാടാകുമ്പോ വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആചാരങ്ങളാകുമ്പോ അതുകൊണ്ട് അറിയിച്ച് പറ്റിയത് ഇങ്ങനെ അവിടെ അറിഞ്ഞ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത് എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞു. അതുവരെ അവർക്ക് അറിയില്ലായിരുന്നല്ലോ അച്ഛമ്മന്റെ ഇങ്ങനെ പോണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പൊ അവരെന്ത് ചെയ്ത് കംപ്ലൈന്റ് കൊടുത്ത് എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്ത്. അപ്പൊ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ SI എന്നെ വിളിച്ച്, എന്റെ ഫോണിലേക്ക് എന്റെ നമ്പറിൽ എന്നെ വിളിച്ച്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് മോളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. സാറേ അവളെ എൻ്റെ കൂടെ വന്നതാണ്, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ മാരേജും ചെയ്ത് ഞാൻ സർട്ടിഫിക്കറ്റ് സാറിന് വേണമെങ്കിൽ അയച്ചു തരാം. ഞാൻ അങ്ങനെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലൈന്റ് FIR രജിസ്റ്റർ ചെയ്യണ്ടെങ്കിൽ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് ഇവരെ ബോധിപ്പിക്കണം. നിങ്ങൾ വന്ന് ഒന്ന് ഒപ്പിടണം, ഇങ്ങനെ ഇവളെ കൊണ്ടുപോയിട്ടുണ്ട്, ഇനി ഇവളുടെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഇല്ലേ ഞങ്ങൾക്ക് FIR ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ സാറേ ഇങ്ങനത്തെ അവസ്ഥയിലാണ്, അവിടെ വരെ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ചെയ്താൽ മതി, അവിടെ ചെന്നാൽ മതിയാവുമോ എന്ന് പറഞ്ഞു. ഇല്ല അവർക്ക് അവിടെ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ കേസ് കൊടുത്ത അവിടെയാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ രീതിയും പ്രൊസീജിയറും ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അച്ഛനോടും പിന്നെ എന്റെ അവിടെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ വന്ന്. കൊല്ലംകാരെന്ന് പറയുമ്പോ കുറച്ച് പേടിയുണ്ട്. കൊല്ലംകാരെന്തിനും മുതിരുന്നവരാണല്ലോ. അടുത്തടി തന്നെ കൊല്ലത്ത് ഓരോരോ ഇത് ഓരോ വാർത്ത ഉണ്ടല്ലോ, അവർക്കും പേടി. അയ്യോ കൊല്ലത്ത് നാണല്ലോ ഒരു പെണ്ണ്, അപ്പൊ എല്ലാവർക്കും പേടിയായി. അപ്പം എങ്ങനെയാ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി. ഒരു ലേസിന് വരെ തല്ലുംപിടി ഉണ്ടാക്കിയ നാടാ കൊല്ലം. വേണ്ടേ വെറുതെ പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കല്ലേ. കൊല്ലംകാരൊക്കെ തൊട്ടവരെ അടങ്ങിയിരിക്കല്ലേ. എല്ലാവർക്കും പേടിയായി ഇന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടൂല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് വേണ്ടപ്പെട്ടവര് വരണമെന്ന് കരുതി. അതായത് എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. ഇന്ന എന്തെങ്കിലും ചെയ്യും, അവിടെ അവരെ ആൾക്കാർ വന്ന് നിന്നിട്ട് ഇന്ന എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പേടി. അപ്പോൾ ആദ്യം SIനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, നിങ്ങൾ ആരും ഒന്നും ചെയ്യൂല, ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി എന്ന്. അപ്പോൾ ആ ധൈര്യത്തിൽ അവിടുന്ന് അച്ഛനും ഇവള് ഞാന് അമ്മ പോകുന്നില്ലായിരുന്നല്ലോ. ഒരു ചെറിയ ചേച്ചി ഉണ്ടായിരുന്നു. എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയും കൂടെ വരട്ടെ പറഞ്ഞിട്ട് ചെറിയച്ച ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയച്ച അവിടെ ലോക്കൽ പാർട്ടീന്റെ ഇത് മെയിൻ ആളാ. അപ്പൊ ആ ചെറിയച്ചനും പോകുന്ന അങ്ങോട്ട്. ചെറിയ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാർട്ടിന്റെ ആളുണ്ടോ, അങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി. ചെറിയ ഇതിന്റെ ഒക്കെ ആളാണ് മെയിനായിട്ട് സംസാരിക്കും. ചെറിയച്ചൻ ധൈര്യത്തിന് പോകുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ പോയി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നത് അമ്മ, അവരെ കൊച്ചച്ഛൻ, അച്ഛന്റെ ചെറിയച്ഛൻ. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അടിക്കാൻ പറ്റുമോ? പിന്നെ ഒരു ആർമിക്കാരന്റെ ഭാര്യയല്ലേ, അങ്ങനെ വെറുതെ എടുത്തിട്ട് അടിക്കാൻ പറ്റുമോ? ആരും അടിച്ചിട്ടോ ഇതൊന്നുമില്ല. ഞാൻ കാറൊന്നും ഇറങ്ങിയില്ല. ഞാനിപ്പോ വീൽ ചെയറിൽ അവരെ മുന്നിൽ ഇറങ്ങണ്ടേ വെച്ചിട്ട് ഫാമിലീന്റെ എനിക്ക് ഏറ്റവും മെയിൻ ചടക്കും ഇവളെ അവിടുത്തെ ഫാമിലീന്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര. എൻ്റെ അവിടുത്തെ ആരും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കൂളായിട്ട് നടക്കാം. പക്ഷെ അവരെ ഒരു ഫേസ് ചെയ്യാൻ ചടക്കും. ഞാൻ ഇറങ്ങിയില്ല. അപ്പൊ കാറിന്റെ അടുത്തേക്ക് വന്ന് ഇവളുടെ കൊച്ചച്ഛനൊക്കെ എന്നോട് ചോദിച്ചു എന്താ പറ്റിയത്, എന്താ ഉണ്ടായെന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ആർമിയിൽ നിന്ന് 2021 പറ്റിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിയതായിരുന്നു.
അപ്പൊ ഞങ്ങൾ ഇഷ്ടത്തിലായി. പിന്നെ ഞങ്ങൾ പിരിയാൻ പറ്റുന്നില്ല. അവൾക്ക് എൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട്, നിർബന്ധമല്ല, ഞങ്ങളെ ഇഷ്ടം, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ തയ്യാറായതാണ്. വീട്ടിൽ നിന്ന് എന്താ ഞങ്ങളോട് എന്നോട് ചോദിച്ചു, ഞങ്ങളോട് പറഞ്ഞാൽ മതി പോരായിരുന്നു, ഞങ്ങൾ നടത്തി തരൂലേന്ന്. ഇറങ്ങി പോന്നോണ്ട് ഇനി അങ്ങനെ പറയില്ല, നടത്തി തരുമോ, വേറെ ആരെങ്കിലും തന്നെ അപ്പൊ തന്നെ കണ്ടുപിടിച്ചിട്ട് കല്യാണം നടത്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നടത്തി തരില്ല, ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഓപ്ഷൻ എടുത്ത് ഇറങ്ങിപ്പോന്ന്. ഞങ്ങൾ ഇങ്ങനെ നല്ലായിരുന്നു പ്ലാൻ ചെയ്തേ, പക്ഷെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മള് താലി കെട്ടുമ്പോൾ അവിടെ വെച്ചത്. കാരണം നമ്മള് കണ്ടുമുട്ടൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു നിയോഗം പോലെയാ. അപ്പൊ ഇതും അങ്ങനെ അങ്ങ് നടക്കട്ടെ, ഞങ്ങൾ രണ്ടാളും ഒരേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അച്ഛൻ വന്നില്ല ഇതുവരെ. അച്ഛൻ വന്നില്ല, പിന്നെ വന്നില്ല. അച്ഛന്റെ നാട്ടിലോട്ട് വരല്ലേ, എനിക്ക് എന്റെ മോളില്ലാതെ നാട്ടിലോട്ട് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത ദിവസം പിറന്നാളല്ലേ, പിറന്നാളിന് വരും അച്ഛൻ? അച്ഛൻ കന്നഡനോട് ഇപ്പൊ കുഴപ്പമില്ല, അച്ഛൻ ഓക്കെ ആയി വരുന്നുണ്ട്. കന്നഡനോട് സംസാരിച്ചു. ഓണത്തിന്റെ അന്ന്, തിരുവോണത്തിന്റെ അന്ന് കന്നഡനോട് എനിക്ക് ഓണ സദ്യന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കണ്ടപ്പോ ഞാൻ സംസാരിച്ചു, അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം എന്റെ മേലെ ദേഷ്യം ഉണ്ടാവും. ഞാൻ അങ്ങനെ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി. അങ്ങനത്തെ ഒരു അമ്മയൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ അത് എല്ലാവരും ഇപ്പൊ ഓക്കെ. എന്റെ ഒരളിയുണ്ട്, പിറന്നാള് കൂടാൻ വേണ്ടി പോവാണ് ഇപ്പൊ. ഇപ്പൊ ലീവിന് വന്നയാ ഞങ്ങള്. അപ്പൊ വീട്ടിലോട്ട് പോയി വരാ വെച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ലീവിന്. അപ്പൊ ഇപ്പം ഒന്നിച്ചാണല്ലേ ഇപ്പം? ഇപ്പൊ എവിടെയുള്ള രണ്ടാളും? അവിടെ പൂനെയിലാണ്. ഞാൻ കണ്ടിരുന്നു ഒന്നിച്ച് ഫ്ലൈറ്റിൽ വരുന്നതും. സ്വിമ്മിങ്ങിന് ഈയിടെ പോയിരുന്നല്ലേ, അതിന് വിന്നറായി. ഇപ്പം ഇതില് വീൽ ചെയറിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നിലും ബാക്കോട്ട് മാറിയിട്ടില്ല. ഇനിയിപ്പോ നടക്കുന്ന സമയത്താണെങ്കിൽ ഫുട്ബോള് അത് ഇത് എല്ലാത്തിനും പോവലുണ്ട്. ഇങ്ങനെ ഒരു കണ്ടീഷനിലായാലും ഒന്നിനും അടങ്ങിയിരിക്കില്ല. ഇപ്പൊ തന്നെ അവിടെ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചീത്താറയില്ല, എന്തിനാ ഇങ്ങനെ ആ കാണുമ്പോ മുമ്പൊക്കെ പേടിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാണ്ട് കളിക്കുന്നത്. എനിക്ക് ഫുട്ബോൾ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പൊ കണ്ടീഷൻ ഒന്നും നോക്കില്ല. അത് കാലിനോട് പറ്റാത്തോണ്ട് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നു ബാസ്കറ്റ് ബോൾ. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കലേ അല്ലായിരുന്നു മുന്നേ. പക്ഷെ ഇപ്പൊ ഞാൻ വീൽ ചെയറിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ മാച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീൽ ചെയറിൽ ഇപ്പൊ കളിച്ച് ശീലിച്ചോണ്ട് ഇപ്പൊ എനിക്ക് നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്റെ ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ ആയിരുന്നു. പക്ഷെ എനിക്ക് കാലിനോട് തട്ടാൻ പറ്റാത്തോണ്ട് അത് ഞാൻ കൈകൊണ്ട് തട്ടിയിട്ട് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊക്കെ പട്ടാളക്കാരന്റെ സ്റ്റോറികൾ എപ്പോഴും നല്ല എന്താ പറയാ, അവരുടെ ത്യാഗങ്ങള്, പിന്നെ അവരുടെ ലൈഫ്. ഇപ്പൊ ഈയിടെ ഇറങ്ങിയ അമരൻ സിനിമ ഒക്കെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് എല്ലാരും നോക്കുന്നുള്ള പേടിച്ച് ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയില. ഞാൻ അവളോട് പറഞ്ഞു, എടി ഞാനും വീൽ ചെയറില, എന്റേത് ഒരു സ്റ്റോറിക്കുള്ള വകുപ്പില്ലേ കഥ വന്നാലേ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. SCICയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് വിജയുടെ ഒരു പടത്തിനകത്ത് ഇതുപോലെ പട്ടാളക്കാരെ, റിട്ടയർ ആയ പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ട് അത് കണ്ടില്ലേ? അവിടെ ഉണ്ട് അങ്ങനെ ഒരു സെന്റർ ഉണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ, PRC എന്ന് പറയും. റിട്ടയർഡ് ആയവര് വീൽ ചെയറിലുള്ള ഒത്തിരി പേരുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രണയം, ഞാൻ ജസ്റ്റ് ആ റീല് കണ്ടിട്ടാണ് വിളിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ച റീല് പട്ടാളക്കാരനെന്ന് പറഞ്ഞപ്പം എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം മോള് പറയുന്ന ഓരോ കാര്യങ്ങളിലും എനിക്ക് എന്താ പറയാ, പ്രയാസങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ ഇതല്ല, നിങ്ങളുടെ പ്രണയം കേൾക്കുമ്പോൾ ഇഷ്ടമാണ്. പക്ഷെ അതേ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർക്കുമ്പോൾ ഒരിതുണ്ട്. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും മക്കളാണെന്ന് പറഞ്ഞ് നിങ്ങളെ തിരിച്ചു വിളിച്ചല്ലോ, അതുവരെ എനിക്കും ടെൻഷനായിരുന്നു. അല്ല, നമ്മുടെ അച്ഛനും അമ്മ എന്തായാലും നമ്മളെപ്പോഴായാലും അംഗീകരിക്കും. ഇതല്ല ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങിയപ്പോലെ മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ, അതായത് ഇപ്പോൾ കള്ള് കുടിച്ച് കഞ്ചാവ് വലിച്ച് അങ്ങനെ നടക്കുന്ന, ഇങ്ങനെ ട്രാപ്പായിട്ട് പോകുന്നതായാലും നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും നമ്മുടെ മക്കള് എന്തായാലും എങ്ങനെ പോയാലും അവരെ സ്വീകരിക്കും. ആ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ഈ ഡ്രസ് നല്ല രസമുണ്ട്. പുള്ളിന്റെ സെലക്ഷൻ ആണ്. ഞാൻ ഈറ്റ മോഡലൊന്നും ഇടലില്ല, ഞാൻ ഫുള്ള് നാടൻ ഈ മോഡൽ ഇട്ട് നോക്ക്, ഇവള് മോഡൽ പിന്നെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യണോന്ന് വെച്ചിട്ട്. നല്ല രസമാണ്. ഞാൻ വന്നതേ ശ്രദ്ധിച്ചിരുന്നു, കാരണം ഞങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ. എന്താണേലും ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഒരു എന്താ പറയാ ലൈഫ് ഇങ്ങനെ ഭയങ്കര അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റിയതും. സാധാരണ എല്ലാ ഇന്റർവ്യൂവിലും ഞാനാ സംസാരിക്കുന്നത്. ഈ പ്രാവശ്യം എനിക്ക് സംസാരിക്കാനുള്ള സമയം പോലും തന്നില്ല അല്ലേ? എന്റെ ഇന്റർവ്യൂ കുത്തിരുന്ന് കേട്ടാണ്. ഞങ്ങൾ മെയിൻ അങ്ങനെയാ, ഞങ്ങളെ വർത്താനം നിർത്തിയാൽ ഞങ്ങൾ രണ്ടാളും ഒരേപോലെ തന്നെയാ.
പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അനുകരിക്കരുത്. ഇവർ പരസ്പരം സ്നേഹിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത് അല്ലേ? 3 വർഷം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 വർഷത്തെ അതില് എന്തൊക്കെ പരിമിതികൾ ഏട്ടനുണ്ട്, ഏട്ടനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇത്. നാളെ ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ചിലപ്പോൾ ഒരുപാട് കമന്റ്സ് വരാം, നോവിക്കുന്ന തരത്തിലുള്ള കമന്റ്സുകളും വരാം. എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഞാനതിന് അറിയാലോ. എന്നോട് മുന്നേ ചോദിച്ചവരും ഉണ്ട് ഈ വീൽ ചെയറിലായിട്ടും ഇങ്ങനെ കേട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഞാൻ തരണം ചെയ്താണ്. ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ഞാൻ കേട്ടത്. നാളെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാല് ഇന്റെ കെട്ടിയോൻ എന്നെ ഇട്ടിട്ട് പോവോ? അതിലിപ്പോ കണ്ണേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നത് എന്നെ ഇട്ടിട്ട് പോവോ? അതേപോലെ എനിക്ക് നാളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ആ ബാക്കിയുള്ളവരൊന്നും നോക്കില്ല, നെഗറ്റീവ് കമന്റ്സോ എന്തുണ്ടായാലും ഞങ്ങൾ നോക്കുന്നില്ല. എനിക്ക് അവള് അവൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം ഇടി കഴിഞ്ഞിട്ട് നേരമില്ല നിങ്ങളുടെ കമന്റ് വായിക്കാൻ. അത്രേ ഉള്ളൂ. കമന്റ് പറയുന്നവർക്ക് പറയാം. ഓക്കെ, എന്താണെങ്കിലും ഞങ്ങൾ അടിപൊളിയായി ജീവിക്കും. അയ്യോ നിങ്ങൾ അടിപൊളിയാണ്, അസാധ്യമാണ്. ജീവിച്ച് കാണിക്കും. ഞാൻ കാണാറുണ്ടല്ലോ വീഡിയോ. അപ്പൊ ശരി, എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് കൊല്ലം വരെ എത്താനുള്ളതാണ്. എന്നോട് പറഞ്ഞ ചേച്ചി എനിക്ക് അധികം സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. പറഞ്ഞ സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല, സത്യം പറഞ്ഞാലേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ നോക്കണ്ട, എന്നോട് സംസാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഹാപ്പി അല്ലേ? രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ജീവിക്ക്. ഭയങ്കര സന്തോഷം. നിങ്ങളെ പോലെ ആളുകളെ ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര എനർജിയാണ്. ഭയങ്കര 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 സന്തോഷം മുത്തുമണികളെ. താങ്ക് യു.